അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ മഹത്തായ അനുഗ്രഹം കൊണ്ട് നമുക്ക് ഇവിടെ വന്ന് ഒരുമിച്ചുകൂടാനുള്ള തൗഫീഖ് നൽകി. അല്ലാഹു തആല നമ്മളെ ഒരുമിച്ചുകൂടുന്ന കബൂലാക്കട്ടെ. ഇൻഷാല്ലാഹ് മജ്‌ലിസ് ഉടനെ തന്നെ ആരംഭിക്കും. വളരെ എത്തിക്കഴിഞ്ഞാൽ ഉടനെ ഈ വെടിയിലുണ്ടെങ്കിൽ ഉലമാക്കളായ ബഹുമാനപ്പെട്ട ഉലമാക്കള് ഉണ്ടെങ്കിൽ മജ്‌ലിസിലേക്ക് കയറിയിരുന്നു. മുകളിൽ വെടി ഭാഗത്തുണ്ടെങ്കിൽ ഇൻഷാല്ലാഹ് മജ്‌ലിസ് ഉടനെ തന്നെ ആരംഭിക്കും. അല്ലാഹു തആല അവന്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് നമുക്ക് ഈ പരിശുദ്ധമായ ദീൻ നൽകി ആ ദീനുമായിട്ടുള്ള ബന്ധവും ഉത്തരവാദിത്തം നൽകട്ടെ. ഈ ലോകത്ത് മനുഷ്യനെ അല്ലാഹു തആല ഈ ലോകത്തേക്ക് സൃഷ്ടിച്ചിരിക്കുന്നത് നമ്മളിപ്പോൾ കേൾക്കുന്നതാണ് അല്ലാഹുവിന്റെ ഇബാദത്തിന് വേണ്ടിയാണ്. ഒരു വലിയ ലക്ഷ്യത്തോടു കൂടിയാണ്. ആ ലക്ഷ്യം എന്ന് പറയുന്നത് ഈ ലോകത്തെ മുഴുവനും സൃഷ്ടിച്ച ആ ലോകത്തിന്റെ മുഴുവനും നിലനിൽപ്പിന്റെ ഏതൊരു ലക്ഷ്യത്തിന് വേണ്ടിയാണോ നിലനിൽക്കുന്നത് ആ ലക്ഷ്യം പൂർത്തീകരിക്കാൻ വേണ്ടിയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യരായ നമ്മളെല്ലാവരെയും സൃഷ്ടിച്ചത്. അതായത് അല്ലാഹുവിനെ അറിയുകയും അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്യുകയും ചെയ്യുന്ന അവരുടെ അടിമകൾ ഈ ലോകത്തുണ്ടാകണം. അല്ലാഹു തആല മനുഷ്യരെയും ജിന്നിനെയും സൃഷ്ടിച്ചത് അല്ലാഹുവിന്റെ ഇബാദത്തിന് വേണ്ടി മാത്രമാണ്. നമ്മൾ കേട്ടാളാണ് ഇല്ലാഹി അഅ്ബുദു എന്ന് പറഞ്ഞാൽ അതിന് മുഫസ്സിരീങ്ങൾ പറയുന്നത് ഇല്ലാഹി അഅരിഫൂൻ, അതായത് അല്ലാഹുവിനെ അറിയുകയും അവനെ ഇബാദത്ത് ചെയ്യുകയും ചെയ്യും. ഈ ലോകത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ സൃഷ്ടിച്ചിരിക്കുന്ന സൃഷ്ടികൾ, അതിന്റെ സൃഷ്ടി വൈഭവം, അതിനെ മനസ്സിലാക്കാനുള്ള കഴിവും ബുദ്ധിയും ശക്തിയുമെല്ലാം അല്ലാഹു തആല നൽകിയത് മനുഷ്യരായ നമുക്ക് വേണ്ടി നമുക്കാണ്. ധാരാളം സൃഷ്ടികളുണ്ട്. കുറേ സൃഷ്ടികൾ ഈ ലോകത്ത് ജീവനില്ലാത്ത കുറേ വസ്തുക്കളുണ്ട്, ജീവനുള്ള കുറേ ജീവികളുണ്ട്. പക്ഷെ അവർക്കൊന്നും ഇല്ലാത്ത ഒരു പ്രത്യേകതയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യരായ നമുക്ക് അല്ലാഹു തആല നൽകിയിരിക്കുന്ന ബുദ്ധി, വിവേകം, കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള കഴിവ്. ഇത് മറ്റു സൃഷ്ടികൾക്ക് ഇല്ലാത്ത രീതിയിൽ വ്യത്യസ്തമായിട്ടുള്ള അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യരായ നമുക്ക് നൽകി. ഈ ബുദ്ധി കൊണ്ടും ഈ കഴിവ് കൊണ്ടും മനുഷ്യൻ ഈ ലോകത്തെ ജീവിതത്തിൽ അവർ ഈ ബുദ്ധി കൊണ്ട് മനസ്സിലാക്കേണ്ട ധാരാളം കാര്യങ്ങൾ മനസ്സിലാക്കാറുണ്ട്. ഈ ബുദ്ധി കൊണ്ട് തന്നെയാണ് അല്ലാഹു തആല നൽകിയിരിക്കുന്ന ഈ ബുദ്ധിയുടെ കഴിവ് കൊണ്ട് തന്നെയാണ് മനുഷ്യൻ ഈ ലോകത്ത് ധാരാളം കാര്യങ്ങൾ മനസ്സിലാക്കുന്നതും പഠിക്കുന്നതും ഗവേഷണങ്ങൾ നടത്തുന്നതും പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങൾ നടത്തുന്നതും എല്ലാം ഈ ബുദ്ധി കൊണ്ട് തന്നെ. പക്ഷെ ഇതെല്ലാം മനസ്സിലാക്കുകയും ഇതെല്ലാം കണ്ടുപിടിക്കുകയും ഇതെല്ലാം ഗ്രഹിക്കുകയും എല്ലാം ചെയ്യുന്നതിന്റെ കൂട്ടത്തിൽ യഥാർത്ഥത്തിൽ സൃഷ്ടാവായ അല്ലാഹുവിനെ, ഇതിനെല്ലാം സൃഷ്ടിച്ചവനായ ഉടമസ്ഥനായ സൃഷ്ടാവായ അല്ലാഹുവിനെ അറിയുകയും മനസ്സിലാക്കുകയും ചെയ്യാൻ സാധിക്കുക എന്നുള്ളതാണ് ഈ മനുഷ്യൻ അല്ലാഹു തആല കൊടുത്തിരിക്കുന്ന ഈ കഴിവിന്റെ ബുദ്ധിയുടെ എല്ലാം യഥാർത്ഥമായ ലക്ഷ്യം. അത് അതിലേക്ക് എത്തുക എന്നുള്ളതാണ്. അപ്പൊ ഈ മനുഷ്യൻ ഈ ലോകത്ത് ഇതെല്ലാം കണ്ടു, മനസ്സിലാക്കി, പഠിച്ചു. പക്ഷെ ഇതിൽ കൂടിയെല്ലാം ഇതിന്റെ എല്ലാം സൃഷ്ടാവായ അല്ലാഹുവിലേക്ക് എത്താൻ പറ്റിയില്ല എങ്കിൽ ഇതെല്ലാം ചെയ്തപ്പോൾ യഥാർത്ഥമായ ലക്ഷ്യത്തിലേക്ക് ആ മനുഷ്യനെത്താൻ സാധിക്കുന്നത്. അപ്പൊ ഈ പരിശുദ്ധമായ ദീൻ അല്ലാഹു തആല അമ്പിയാക്കൾ അലൈഹിസ്സലാത്തു വസ്സലാമെ അയച്ചത്, ആ അമ്പിയാക്കൾ അലൈഹിസ്സലാത്തു വസ്സലാം മുഖേന അയച്ച കിതാബുകളുമല്ല ഈ ഒരു ലക്ഷ്യത്തിലേക്ക് ഈ മനുഷ്യനെ എത്തിച്ചേർക്കാൻ വേണ്ടിയാണ്. അവിടെ അല്ലാഹു തആല കൊടുത്തിരിക്കുന്ന ബുദ്ധിയും കഴിവും അതിനെ ഉപയോഗിച്ചുകൊണ്ട് സൃഷ്ടാവിനെ അറിയുകയും മനസ്സിലാക്കുകയും ആ സൃഷ്ടാവിലേക്ക് എത്തുകയും ചെയ്യാൻ വേണ്ടിയാണ്. അപ്പൊ ഈ ദീനും ദീനിന്റെ ഇൽമും ഒരു അല്ലാഹു തആല നമുക്ക് നൽകിയിരിക്കുന്ന ഒരു സന്മാർഗമാണ്, മാർഗദർശനമാണ്. ആണ് മനുഷ്യൻ ആ ബുദ്ധി ഉപയോഗിക്കാനുള്ളത്. എവിടെ ഉപയോഗിക്കണം, എങ്ങനെ ഉപയോഗിക്കണം, അതിൽ കൂടി എവിടെ എത്തിച്ചേരണം,
എന്ന് മനുഷ്യന് വഴി കാണിച്ചു കൊടുക്കാൻ വേണ്ടിയുള്ള ആ അറിവാണ്, ആ ഒരു വഴി കാണിക്കലാണ് അല്ലാഹു തആല ദീനിന്റെ അറിവിൽ കൂടി, ദീനിന്റെ അറിവിൽ കൂടി അല്ലാഹു തആല അമ്പിയാക്കൾ അലൈഹിസ്സലാത്തു വസ്സലാം വഴി മനുഷ്യ സമുദായത്തിലേക്ക് എത്തിച്ചേരും. അതുകൊണ്ട് തന്നെ ഇതിനും ദീനിനും ദീനിന്റെ ഇൽമിനും വലിയ പ്രാധാന്യതയാണ്. കാരണം ദീനിന്റെ ഇൽമ് അത് യഥാർത്ഥമായ രീതിയിൽ മനസ്സിലാക്കി യഥാർത്ഥമായ രീതിയിൽ അതിനെ ഉൾക്കൊണ്ടു കഴിഞ്ഞാൽ ആ മനുഷ്യന് യഥാർത്ഥമായ ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തിച്ചേരാം. ഒരു മനുഷ്യൻ യാത്ര ചെയ്യുന്ന ഒരു മനുഷ്യൻ യാത്ര ചെയ്യുമ്പോൾ ആ വഴി അറിയാമെങ്കിൽ, അല്ലെങ്കിൽ വഴി അറിയാൻ പറ്റുന്ന എന്തെങ്കിലും ഉപകരണങ്ങൾ അവരുടെ കയ്യിലുണ്ടെങ്കിൽ ആ ലക്ഷ്യസ്ഥാനത്തേക്ക് മനുഷ്യന് എത്താൻ സാധിക്കും. അല്ലെങ്കിൽ വഴി അറിയാൻ വയ്യാത്ത ഒരാളാണെങ്കിൽ ലക്ഷ്യസ്ഥാനത്തേക്ക് എത്താൻ പറ്റില്ല. ഒന്നുകിൽ മറ്റാളുടെ സഹായം വേണം, വഴി കാണിച്ചു കൊടുക്കണം, അല്ലെങ്കിൽ വഴി അറിഞ്ഞിരിക്കണം, അല്ലെങ്കിൽ വഴി അറിയാനുള്ള എന്തെങ്കിലും മാർഗം ആ മനുഷ്യന്റെ അടുത്ത് ഉണ്ടായിരിക്കും. ഇല്ലെങ്കിൽ ഒരു സ്ഥലത്തേക്ക് എത്തുക എന്ന് പറഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടാണ്. ഇതേപോലെ മനുഷ്യന്റെ ജീവിതത്തിന്റെ യാത്ര, കാരണം യഥാർത്ഥത്തിൽ മനുഷ്യൻ എല്ലാവരും ഈ ലോകത്ത് യാത്രക്കാരാണ്. നമ്മളെല്ലാവരും മുഴുവൻ മനുഷ്യരും നമ്മൾ ഹദീസ് സാധാരണ കേൾക്കുന്നതാണ്. വിദേശിയായ മനുഷ്യൻ അല്ലെങ്കിൽ യാത്രക്കാരനായ മനുഷ്യൻ, ഇതാണ് മനുഷ്യന്റെ ഈ ലോകത്തുള്ള അവസ്ഥ. ഒരു ഭാഗത്തു നിന്ന് മനുഷ്യൻ ഈ ലോകത്തേക്ക് വരുന്നു, മറ്റൊരു ഭാഗത്തുകൂടി മനുഷ്യൻ ഈ ലോകത്തിന്റെ യാത്ര പറയും. എപ്പോഴും ഈ ലോകത്ത് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന കാര്യമാണ്, കുട്ടികൾ ജനിക്കുന്ന കാര്യം നമ്മൾ കേൾക്കും, ഇതേപോലെ ആളുകൾ മരണപ്പെടുന്ന കാര്യം കേട്ടുകൊണ്ടിരിക്കും. ഇതെപ്പോഴും സംഭവിച്ചു, ദിവസവും സംഭവിക്കുന്നു. എത്രയോ കുട്ടികൾ ഈ ലോകത്ത് ജനിച്ചുകൊണ്ടിരിക്കുന്നു, എത്രയോ ആളുകൾ മരണപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അപ്പൊ എപ്പോഴും വരവും പോക്കും ഈ ലോകത്ത് ഉള്ള ഒരു സംഭവമാണ്. കാരണം യാത്രയിലാണ്, ആരും സ്ഥിരമായി താമസിക്കുന്ന ആരുമില്ല. അപ്പൊ ഈ യാത്രയിൽ വഴി, ലക്ഷ്യം, ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തിച്ചേരുക, ഇതെല്ലാം വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അല്ലാഹു തആല നമുക്ക് നൽകിയിരിക്കുന്ന പരിശുദ്ധമായ ദീൻ, ആ ദീനിന്റെ ഇൽമ്, ഇത് ഈ യാത്രയിൽ മനുഷ്യന് തന്റെ ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തിച്ചേരാനുള്ള വഴിയാണ്, ആ വഴികാട്ടിയാണ്. ഇന്നത്തെ കാലത്ത് നമുക്ക് എവിടെ വഴി പോകുമ്പോഴും ഫോണിനകത്ത് നമ്മൾ നോക്കും എങ്ങോട്ടാണ് പോകേണ്ടത്, അത് മാപ്പിൽ എങ്ങനെയാണ് അതിനുള്ള വഴി. അത് ആ വഴി നമ്മൾ നോക്കുന്ന സാധനം അല്ലെങ്കിൽ ഉണ്ടെങ്കിൽ ആരോടും ചോദിക്കാതെ പെട്ടെന്ന് തന്നെ ഏത് ഭാഗത്തേക്ക് പോകണം, എവിടെ പോയി എത്തണം, ഇനി നമുക്ക് മറ്റാരോടും ചോദിക്കാതെ അതിനെ നോക്കി നമുക്ക് പോകാൻ പറ്റും. അല്ലെങ്കിൽ ഒരു മനുഷ്യൻ അറിഞ്ഞുകൂടാത്ത ഒരാളാണെങ്കിൽ എത്രയോ സ്ഥലത്ത് നിർത്തി ചോദിക്കേണ്ടി വരും, ഓരോ സ്ഥലത്തും. അപ്പോൾ മറ്റൊരാളുടെ ആശ്രയമില്ലാതെ, മറ്റു പലരുടെയും ആശ്രയമില്ലാതെ, മറ്റുള്ളവരോട് ചോദിക്കാതെ വഴി കണ്ടുപിടിക്കുക എന്നുള്ളത് എളുപ്പമല്ല. ഇതേപോലെ ഈ ലോകത്ത് ജീവിക്കുന്ന മനുഷ്യർക്ക് പല മാർഗങ്ങൾ അവരുടെ മുമ്പിലുണ്ടാവും ജീവിക്കാനാണ്. ഓരോരുത്തർക്കും അവരവർ ജീവിക്കുന്ന നാട്ടിലുള്ള മാർഗങ്ങൾ, അവരുടെ കൂട്ടുകാരുടെ രീതികൾ, അവരുടെ കുടുംബത്തിന്റെ രീതികൾ, അല്ലെങ്കിൽ മറ്റാരുടെ രീതികൾ, അങ്ങനെ ജീവിതം കഴിച്ചു കൂട്ടാനുള്ള ധാരാളം മാർഗങ്ങൾ മനുഷ്യന്റെ മുമ്പിലുണ്ട്. പക്ഷെ എല്ലാ മാർഗത്തിൽ കൂടിയും മനുഷ്യന്റെ ലക്ഷ്യസ്ഥാനത്ത് എത്താൻ പറ്റില്ല. എല്ലാ വഴിയും ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തുന്നതല്ല, വഴികൾ ധാരാളമുണ്ട്. ഉദാഹരണത്തിന് നമ്മുടെ നാടുകളിൽ ധാരാളം വഴികളുള്ളതുപോലെ എവിടെ നോക്കിയാലും നമ്മൾ വെളിയിലേക്ക് റോഡുകൾ കാണാൻ പറ്റും. പക്ഷെ എല്ലാ റോഡും നമ്മൾ ഉദ്ദേശിക്കുന്ന സ്ഥലത്തേക്കല്ലായിരിക്കും. ഓരോ റോഡുകളും പല സ്ഥലത്തേക്കാണ് പോകുന്നത്. അപ്പോൾ വഴികൾ ധാരാളം ഉണ്ടാവും. പക്ഷെ ഏത് വഴി തിരഞ്ഞെടുക്കണം, എങ്ങനെ തിരഞ്ഞെടുക്കണമെന്ന് വഴി അറിയാവുന്ന ഒരാൾക്ക്, അല്ലെങ്കിൽ വഴി അറിയാവുന്ന ഒരാളോട് ചോദിച്ചാലേ അറിയാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ അതിനുള്ള ഏതെങ്കിലും ഉപകരണങ്ങൾ വേണം. അല്ലെങ്കിൽ ഏതെങ്കിലും വഴിയിൽ കൂടി പോയാൽ ചിലപ്പോൾ എതിരായ ദിശയിലേക്കായിരിക്കും മനുഷ്യൻ പോകും. ഇതേപോലെ ഈ ലോകത്തെ ജീവിതത്തിൽ മനുഷ്യന് ജീവിക്കാനുള്ള ധാരാളം വഴികൾ മനുഷ്യന്റെ മുമ്പിലുണ്ട്. കുറേ വഴികൾ കാണാൻ സാധിക്കും, കുറേ വഴികൾ കേൾക്കാൻ സാധിക്കും, കുറേ മാർഗങ്ങൾ നമുക്ക് മറ്റുള്ളവർ യാത്ര ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. പക്ഷെ നമുക്ക് എത്തേണ്ടത് എവിടെയാണ്? വിജയം എന്ന് പറയുന്നത് നമ്മുടെ എല്ലാവരുടെയും ആവശ്യമാണ്, വിജയിക്കുക എന്നുള്ളത്. മനുഷ്യരെല്ലാവരും ആഗ്രഹിക്കുന്നതാണ് വിജയിയായി തീരണം. ഏതൊരു കാര്യമാണെങ്കിലും
പക്ഷെ ചെറിയ ഒരു കാര്യം മുതൽ വലിയൊരു കാര്യം വരെയാണെങ്കിലും എല്ലാത്തിലും മനുഷ്യൻ ആഗ്രഹിക്കുന്ന അതിന് വിജയം കണ്ടെത്തണം, പരാജയപ്പെടാൻ ആരും ആഗ്രഹിക്കുന്നു. ഇതേപോലെ തന്നെ മനുഷ്യന്റെ മുഴുവൻ ജീവിതത്തിലും മനുഷ്യൻ എന്ത് ചെയ്യണം? വിജയത്തിലേക്ക് എത്തണം, വിജയിക്കണം. മൊത്തം അവന്റെ ജീവിതത്തിന്റെ ആകത്തുക നോക്കുകയാണെങ്കിൽ അവൻ അവസാനം വിജയിയായി തീരണം. ഇതെല്ലാവരും ആഗ്രഹിക്കുന്നതും എല്ലാവരുടെ ആവശ്യമാണ്. എന്നാൽ ഏത് വഴി കൂടി പോയാൽ വിജയിക്കാൻ പറ്റും? ഇത് സൃഷ്ടാവായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഭാഗത്തു നിന്നുള്ള ആ വിജയത്തിലേക്ക് എത്തിച്ചേർക്കുന്ന ആരാണോ ആ അല്ലാഹുവിന്റെ ഭാഗത്തു നിന്നുള്ള അറിവും അല്ലെങ്കിൽ വഴി കാണിക്കലും നമുക്ക് ആവശ്യം. വിജയത്തിലേക്ക് എത്തിയാണ്. അതുകൊണ്ട് ഈ ലോകത്ത് ജീവിക്കുമ്പോൾ മനുഷ്യന് നേരത്തെ പറഞ്ഞ പോലെ ധാരാളം മാർഗങ്ങൾ ഈ ലോകത്തുണ്ട് മനുഷ്യന് ജീവിക്കാൻ വേണ്ടി. പക്ഷെ എല്ലാ വഴിയും ലക്ഷ്യസ്ഥാനത്തേക്കും ആ ലക്ഷ്യത്തിൽ വിജയത്തിലേക്കും എത്തിച്ചേരുന്ന വഴികളായിരിക്കണമെന്നില്ല. പല മാർഗങ്ങളുണ്ടാവും, പല വഴികളുണ്ടാവും. പക്ഷെ ഏതിനെ തിരഞ്ഞെടുക്കണം, ഏത് വഴിയിൽ കൂടി നമുക്ക് പോയാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന സ്ഥാനത്ത് അല്ലെങ്കിൽ നമ്മുടെ വിജയത്തിലേക്ക് എത്തിച്ചേരാൻ സാധിക്കും എന്നുള്ളത് അല്ലാഹുവിന്റെ പരിശുദ്ധമായ ദീനിൽ കൂടി, അമ്പിയാക്കൾ കൊണ്ടുവന്ന ഇൽമിൽ കൂടി, അല്ലാഹുവിന്റെ പരിശുദ്ധമായ കലാമിൽ കൂടി, ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസിൽ കൂടി ഈ ഒരു മാർഗനിർദ്ദേശം, ഈ ഒരു വഴി അല്ലെങ്കിൽ ഈ ഒരു അറിവിൽ കൂടിയാണ് നമുക്ക് കരസ്ഥമാകുന്നത്. അതുകൊണ്ട് തന്നെ ദീനിന്റെയും ദീന്റെ ഇൽമിന്റെയും ആവശ്യം നമുക്കും ഒരു മുഴുവൻ മനുഷ്യർക്കും ആവശ്യമാണ്. ലോകത്തുള്ള മുഴുവൻ മനുഷ്യർ ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അല്ലാഹു തആല തങ്ങളെ ഈ ഹിദായത്തിന്റെ ഈ അറിവും ഈ ഹിദായത്തിന്റെ മാർഗവുമായിട്ട് അയച്ചപ്പോൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ എപ്പോഴും ചിന്തയും അതായിരുന്നു. അതായത് ഈ ലോകത്ത് അവസാനം വരെ വരുന്ന ഓരോ മനുഷ്യനും ഈ ഖൈറ് അല്ലെങ്കിൽ ഈ മാർഗം, ഈ വിജയം അവരെല്ലാവരിലേക്കും എത്തണം, എല്ലാവരും ഇതിനെ മനസ്സിലാക്കണം. ഇതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആഗ്രഹവും താല്പര്യവും. അതിനുവേണ്ടിയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പരിശ്രമിച്ചതും ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചതും. ധാരാളം ഉദാഹരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അതിന്റെ ഉദാഹരണം ഖുർആൻ ശരീഫിലും ഹദീസിലും വരുന്നുണ്ട്. തങ്ങളുടെ ഇന്നാ അർസൽനാക ഷാഹിദൻ വമുബശ്ശിറൻ വനദീറ വദാഇയൻ ഇലല്ലാഹി ബിഇദ്നിഹി വസിറാജൻ മുനീറ. തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അല്ലാഹു തആല അയച്ചത് സാക്ഷിയായിട്ട്, സന്തോഷവാർത്ത അറിയിക്കുന്നവരായിട്ട്, ഭയപ്പെടുത്തി അറിയിക്കുന്നവരായിട്ട്, അല്ലാഹുവിലേക്ക് ക്ഷണിക്കുന്നവരായിട്ട്, എല്ലാവർക്കും ഒരു സന്മാർഗത്തിന്റെ ഒരു വിളക്കായിട്ട്, ദീപമായിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതായത് ജനങ്ങൾക്ക് സന്തോഷവാർത്ത, വരാനിരിക്കുന്ന ഭയങ്കരമായ വിജയത്തിന്റെ, വരാനിരിക്കുന്ന ജീവിതത്തിലുള്ള കാലാകാലത്തെ വിജയത്തിന്റെ സന്തോഷവാർത്ത അറിയിക്കുക. മുബശ്ശിറൻ വനദീറ. അതുപോലെ തന്നെ വരാനിരിക്കുന്ന അപകടത്തെ കുറിച്ച് ഭയപ്പെടുത്തി അറിയിക്കാൻ വേണ്ടി. ആണല്ലോ തുടക്കത്തിൽ മക്കയിൽ വെച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കുടുംബക്കാരെ എല്ലാം വിളിച്ചിട്ട് അത് ചോദിച്ചു, ഈ മലയുടെ പിൻഭാഗത്ത് നിന്നും ഒരു സൈന്യം വന്ന് നിങ്ങളെ ആക്രമിക്കാൻ പോവുകയാണ് എന്നുള്ള വലിയ അപകടത്തെ കുറിച്ച് ഞാൻ പറയുകയാണെങ്കിൽ നിങ്ങൾ വിശ്വസിക്കാൻ നിങ്ങൾക്ക് പറ്റുമോ? അത് വിശ്വസിക്കും. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് അറിയാവുന്ന ആളുകൾക്ക് അറിയാമായിരുന്നു അങ്ങനെ ഒരു കാര്യത്തിൽ അങ്ങനെ കളവ് പറയുകയോ വഞ്ചിക്കുകയോ ചെയ്യുക. പറയുന്ന കാര്യങ്ങൾ സത്യമായിരിക്കും എന്ന് ജനങ്ങൾക്കറിയാമല്ലോ, വിശ്വസിക്കും. അപ്പൊ ഇതിനെ ഒരു ഉദാഹരണമായിട്ട് പറഞ്ഞുകൊണ്ട് വരാനിരിക്കുന്ന ഭയങ്കരമായ അപകടം, അതായത് അന്നുണ്ടായിരുന്ന സംഭവിക്കാൻ പറ്റുന്ന ഒരു അപകടം, അന്ന് ഗോത്രങ്ങളുടെ ഇടയിലുള്ള യുദ്ധങ്ങളും ഇതും പെട്ടെന്ന് ചിലപ്പോൾ ഒരു ഗോത്രം അല്ലെങ്കിൽ ഒരു നാട്ടുകാർ മറ്റൊരു നാട്ടുകാരുടെ മേൽ രാത്രി പോയി പെട്ടെന്ന് ആക്രമിക്കുമായിരുന്നു, അവരെ കീഴടക്കുമായിരുന്നു. ഇങ്ങനെയെല്ലാം അന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമായിരുന്നു. ഗോത്രങ്ങൾ തമ്മിലും അധികാരികൾ തമ്മിലുള്ള ഏറ്റുമുട്ടലുകൾ, പിടിച്ചെടുക്കൽ, നാട് കീഴ്പ്പെടുത്തൽ, ഇങ്ങനെയൊക്കെ സംഭവിക്കുമായിരുന്നു. അപ്പൊ ഇതുപോലൊരു അപകടം മക്കക്കാരായ നിങ്ങൾക്ക് സംഭവിക്കാൻ പോവുകയാണ്. മലയുടെ പിൻഭാഗത്തുകൂടി വലിയൊരു സൈന്യം നിങ്ങളെ ആക്രമിക്കാൻ പോവുകയാണ് എന്ന് പറയുകയാണെങ്കിൽ വിശ്വസിക്കുമോ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, എല്ലാവരും പറഞ്ഞു വിശ്വസിക്കും. അങ്ങനെ അഥവാ തങ്ങൾ പറയുകയാണെങ്കിൽ വിശ്വസിക്കും, തീർച്ചയായിട്ടും സത്യമായിരിക്കും.
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉദാഹരണത്തിൽ കൂടി പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു. ഇതേപോലെ തന്നെയാണ് വരാനിരിക്കുന്ന ഒരു വലിയ അപകടത്തെക്കുറിച്ച് ഞാൻ നിങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വരാനിരിക്കുന്ന അപകടത്തെക്കുറിച്ച് ഉമ്മത്തിന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. വരാനിരിക്കുന്ന വലിയ ഹൈർ, വലിയ വിജയം, വലിയ സന്തോഷ വാർത്ത അത് ഉമ്മത്തിന് കൊടുക്കും. രണ്ട് കാര്യം. ഇതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആഗ്രഹവും താല്പര്യം. മുഴുവൻ ഉമ്മത്തും ഖിയാമത്ത് നാൾ വരെ വരുന്ന തങ്ങളുടെ ഉമ്മത്തിൽപ്പെട്ട മുഴുവൻ മനുഷ്യരും, മുഴുവൻ മനുഷ്യരും, ഉമ്മത്തിൽ ദഅവത്താണെങ്കിലും ഉമ്മത്തിൽ ഇജാബത്താണെങ്കിലും സ്വീകരിച്ചവരാണെങ്കിലും തങ്ങളുടെ ദഅവത്ത് സ്വീകരിക്കാത്തവരാണെങ്കിലും എല്ലാവരും ഈ ഉമ്മത്ത് മുഴുവനും ഖിയാമത്ത് നാൾ വരെ വരുന്ന മുഴുവൻ മനുഷ്യരും ഈ ഒരു പരിശുദ്ധമായ ദീനിന്റെ ഈ അനുഗ്രഹത്തെ എല്ലാവരും സ്വീകരിക്കുകയും ഉൾക്കൊള്ളുകയും എല്ലാവരും വിജയിക്കുകയും ചെയ്യും. ഈ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആഗ്രഹമായിരുന്നു, താല്പര്യമായിരുന്നു. അതിനുവേണ്ടി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ ജീവിതം ആരംഭം മുതൽ നമുക്കറിയാം. മക്കയിലുണ്ടായിരുന്ന 13 വർഷത്തെ ജീവിതവും പിന്നെ അതിനുശേഷമുള്ള ഹിജ്റത്തിന് ശേഷമുള്ള പിന്നെ മദീന മുനവ്വറയിലുണ്ടായിരുന്ന 10 വർഷത്തെ ജീവിതവും ഇതെങ്ങനെയായിരുന്നു? എത്രത്തോളം ത്യാഗങ്ങൾ, അർപ്പണങ്ങൾ, എത്രത്തോളം വിഷയങ്ങൾ ഞങ്ങൾക്ക് നേരിടേണ്ടി വന്നു, എന്തെല്ലാം ത്യാഗങ്ങൾ സഹിക്കേണ്ടി വന്നു. തുടക്കത്തിലെ അവസ്ഥ എങ്ങനെയായിരുന്നു? സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ദഅവത്ത് ആരംഭിച്ച സമയത്ത് നാട്ടുകാരായ കുടുംബക്കാരായ ആളുകൾ പോലും തങ്ങളുടെ ഈ വാക്ക് കേൾക്കാൻ തയ്യാറായില്ല. കാരണം അവർക്കൊരു പുതിയ കാര്യമായിരുന്നു, ഇത്രത്തോളം വ്യത്യസ്തമായ ഒരു കാര്യം അവർക്കത് ഉൾക്കൊള്ളാനേ പറ്റുന്നില്ല. കുറേ ആരാധ്യരായ വസ്തുക്കളെ ആരാധിച്ചുകൊണ്ടിരിക്കുന്ന ഈ സമയത്ത് വന്നിട്ട് ഇതെല്ലാം വിട്ടിട്ട് വെറും ഒരു ഇലാഹിനെ മാത്രം ആരാധിക്കണമെന്ന് ഭയങ്കര അത്ഭുതമാണ്. നമ്മൾ കേട്ടിട്ടില്ലാത്ത കാര്യമാണ്, നമ്മൾക്ക് അറിഞ്ഞുകൂടാത്ത കാര്യമാണ്, നമുക്കത് ഉൾക്കൊള്ളാൻ പറ്റുകയില്ല. തീർത്തും വ്യത്യസ്തമായ ഒരു കാഴ്ചപ്പാട്. എത്രയോ ആരാധ്യ വസ്തുക്കളെ ആരാധിച്ചുകൊണ്ടിരുന്ന സ്ഥാനത്ത് അതിനെല്ലാം വിട്ടിട്ട് വെറും എല്ലാത്തിനെയും ഉപേക്ഷിക്കുക, ഒരെണ്ണത്തെ മാത്രം സ്വീകരിക്കുക, ഒരു ഇലാഹിനെ മാത്രം സ്വീകരിക്കുക. ഈ ഒരു വിഷയം വന്നപ്പോഴത്തേക്കും ആർക്കും അത് ഉൾക്കൊള്ളാൻ പറ്റിയില്ല. അതുകൊണ്ട് ഈ ഒരു മാർഗത്തെ സ്വീകരിക്കുക റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആഗ്രഹം ഉണ്ടായിരുന്നു. മുന്നോട്ട് വന്നിരുന്നാണ് കുറച്ചുകൂടെ ബാക്കിയുള്ള സഹോദരന്മാരാണെങ്കിലും ഉണ്ടെങ്കിൽ ഒരു 12 മജ്‌ലിസിലേക്ക് ഇൻഷാഅല്ലാഹ് ഇരിക്കാവുന്നതാണ്. बिस्मिल्लाहिर्रहमानिर्रहीम अल्हम्दुलिल्लाहि रब्बिल आलमीन वस्सलातु वस्सलामु अला सय्यिदिल मुरसलीन व अला आलिहि व सहबिहि अजमईन। मेरे बुजुर्गों और प्यारे भाइयों, अल्लाह ताला ने आप हज़ार को एक बहुत बड़ा शरफ बख्शा है, क्योंकि दुनिया में अल्लाह के यहाँ से 2 ही चीज़ काबिल शरफ होती है, एक ईमान और एक इल्म। यही 2 चीज़ें अल्लाह तबारक व तआला की तरफ से अंबिया किराम के ज़रिए से उम्मतों में और कौमों में आती है, एक ईमान और एक इल्म। ബഹുമാനമുള്ളവരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് വലിയൊരു ഷറഫ്, വലിയൊരു മഹത്വമാണ് അല്ലാഹു തആല നൽകിയിരിക്കുന്നത്. അങ്ങനെ 2 കാര്യങ്ങളാണ്
അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്ന് മനുഷ്യന് കിട്ടുന്ന ഒരു ഷറഫ്, ഒരു മഹത്വം, ഒരു അനുഗ്രഹം, പ്രത്യേക അനുഗ്രഹം എന്ന് പറയാൻ പറ്റുന്നു. അതിലൊന്ന് ഈമാനും, രണ്ടാമത്തത് ഇൽമും. ഈ രണ്ട് ജനലൊന്നാണ്. ഒന്ന് ഈമാനും, മറ്റൊന്ന് ഇൽമും. ഈ രണ്ട് കാര്യത്തിനാണ് ഒരു ബഹുമാനമെന്നോ ഒരു മഹത്വമെന്നോ ഒരു ഷറഫെന്നോ മനുഷ്യന് പറയാൻ പറ്റുന്നത്. ഈ രണ്ട് കാര്യങ്ങളാണ് അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്നും അംബിയാക്കൾ അലൈഹിസ്സലാത്തു വസ്സലാം വഴി ഉമ്മത്തിലേക്ക്, ജനങ്ങളിലേക്ക് അള്ളാഹു തആല നൽകുന്ന ഷറഫ്. يرفع الله الذين آمنوا منكم والذين أوتوا العلم درجات. ये उसकी दलील है. അതിന്റെ അള്ളാഹു തആല ഖുർആൻ ശരീഫിൽ യർഫഇല്ലാഹു الذين آمنوا منكم والذين أوتوا العلم درجات. അള്ളാഹു സുബ്ഹാനഹു വ തആല നിങ്ങളിൽ നിന്നും വിശ്വസിക്കുകയും ഇൽമു നൽകപ്പെടുകയും ചെയ്യുന്ന ആളുകളെ അള്ളാഹു തആല ദറജാത്തുകൾ ഉയർത്തുന്നതാണ്, അവരുടെ സ്ഥാനമാനങ്ങൾ ഉയർത്തുന്നതാണ് അള്ളാഹു തആല പറയുന്നത്. मैंने अर्ज किया कि आप हजरात को अल्लाह ताला ने ये शरफ अता फरमाया है ईमान का और इल्म का. इमाम गज़ाली रहमतुल्लाह अलैह का ये कहना है कि दुनिया में दो ही चीज़ें बड़ी आई हैं अल्लाह की तरफ से, एक ईमान की दौलत है, एक इल्म की दौलत. ईमान की ये ताकत है कि जब तक दुनिया में ईमान वाले का वजूद रहेगा दुनिया बाकी रहेगी. इसलिए ईमान की इतनी बड़ी तासीर है कि ईमान की वजह से आलम का बका है. एक आदमी भी अल्लाह अल्लाह करने वाला होगा रोए ज़मीन पर तो क़यामत नहीं आएगी. ये तो है ईमान की खासियत और ईमान की बरकत. एक आदमी सिर्फ है, वो भी अल्लाह अल्लाह करता है, कोई ज़्यादा इबादत नहीं करता, लेकिन उसकी वजह से पूरा आलम बाकी रहेगा. तो ईमान वो दुनिया की बका का जरिया है. അതുകൊണ്ട് ഈ രണ്ട് കാര്യങ്ങളാണ് മനുഷ്യന് കിട്ടുന്ന അനുഗ്രഹങ്ങൾ വെച്ച് വളരെ പ്രധാനപ്പെട്ട രണ്ട് അനുഗ്രഹങ്ങൾ. ഇമാം ഗസാലി റഹ്മത്തുള്ളാഹി തആല അലൈഹി അദ്ദേഹത്തിന്റെ കിതാബിൽ ഈ വിഷയം എഴുതുന്നുണ്ട്. ഈമാനിന്റെ അനുഗ്രഹം അല്ലാഹു തആല നൽകുന്ന അനുഗ്രഹവും ഇൽമിന്റെ അനുഗ്രഹം. ഈമാൻ എത്രത്തോളം പ്രധാനപ്പെട്ടതെന്ന് വെച്ചാൽ ഈ ലോകത്തിന്റെ മുഴുവൻ നിലനിൽപ്പും ഈ ഈമാനിന്റെ അടിസ്ഥാനത്തിലാണ്. നമുക്കറിയാം, ഒരു മനുഷ്യനെങ്കിലും ഈമാനോടുകൂടി മുഅ്മിനായിട്ട് ഈ ലോകത്ത് അവശേഷിക്കുകയാണെങ്കിൽ ഈ ലോകവും ഇതെല്ലാം അവശേഷിക്കും, അതുവരെ നിലനിൽക്കും. ഈ ലോകത്തിന്റെ അവസാനം എപ്പോൾ ഈമാൻ ഇല്ലാതായിത്തീരുന്നു, ഈമാൻ ഒരു മനുഷ്യൻ പോലും ഇല്ലാതായിത്തീരുന്നോ അപ്പോൾ ഈ ലോകം മുഴുവനും അവസാനിക്കും. അപ്പോൾ ഈ ലോകത്തിന്റെ പക്ക, ഇതിന്റെ നിലനിൽപ്പ്, ഇത് അവശേഷിക്കുന്നത് ഈമാനിന്റെ അടിസ്ഥാനത്തിലാണ്. അത്ര പ്രധാനപ്പെട്ടതാണ് ഈമാൻ എന്ന് പറയുന്നത്. और इल्म जो है वो सलामती का जरिया है. जिस तरह ईमान बकाए आलम का जरिया है, इस तरह वो इल्म जो अल्लाह नबियों के जरिए से उम्मत पर उतारते हैं, ये इल्म दुनिया की सलामती का सामान है. ഇതേപോലെ തന്നെ ഇൽമ് എന്ന് പറയുന്നത് ഇത് സലാമത്തി, രക്ഷയുടെയും സമാധാനത്തിന്റെയും ഈ ലോകത്ത് രക്ഷയും സമാധാനം ഉണ്ടാവണമെങ്കിൽ അതിനുവേണ്ടി ആവശ്യമുള്ള കാര്യമാണ് ഇതിന്റെ ഇൽമ് എന്ന് പറയുന്നത്. അപ്രകാരം ഈമാൻ ഈ ലോകത്തിന്റെ നിലനിൽപ്പിന് ആവശ്യമാണ്. ഇതേപോലെ ഈ ലോകത്തിന്റെ ശരിയായ പ്രവർത്തനവും ഈ ലോകത്തിന്റെ സമാധാനവും ഈ ലോകത്ത് സമാധാനമായ അന്തരീക്ഷം നിലനിൽക്കണമെങ്കിലും അതിന് ദീനിന്റെ ഇൽമാണ്. इसलिए कि जो इल्म अल्लाह ताला अंबिया किराम के जरिए से देते हैं, उसका मकसद दुनिया की तामीर नहीं होती कि दुनिया की तामीर हो, दुनिया की तरक्की हो, बल्कि वो इल्म इलाही जो अल्लाह ताला नबियों के जरिए से देते हैं वो तो हुकूक की हिफाजत के लिए देते हैं. कि इस इल्म के अंदर यानी इल्म दीन के अंदर हुकूक की हिफाजत की बात है और हुकूक की तालीम दी है. इल्म दीन में अल्लाह का क्या हक है, रसूल का क्या हक है, किताब का क्या हक है, आपस का क्या हुकूक है. इस इल्म में हुकूक की तालीम दी गई है, क्योंकि अल्लाह ने दुनिया को दारुल हुकूक करार दिया है, इस तरह आखिरत को दारुल उजूर बनाया है. അപ്പോൾ അതുകൊണ്ട് ദീനിന്റെ ഇൽമ് ഈ ലോകത്ത് നൽകപ്പെട്ടിരിക്കുന്നത്, അല്ലാഹു തആല നൽകിയത് ഈ ലോകത്തിന്റെ ഭൗതികമായ വസ്തുക്കളെ അതിൽ പുരോഗതി ഉണ്ടാക്കുകയും അതിനെ ഉയർത്തുകയും ചെയ്യാൻ വേണ്ടിയല്ല. യഥാർത്ഥത്തിൽ ഈ ഇൽമ് എന്ന് പറയുന്നത് ഇത് ഈ ലോകത്ത് ഹുക്കൂക്കുകൾ നിലനിൽക്കാൻ വേണ്ടിയാണ്. കാരണം ഈ ലോകത്ത് പരസ്പരം ഹക്കുകളുണ്ട്. മനുഷ്യന് പരസ്പരം കടമകളുണ്ട്, ബാധ്യതകളുണ്ട്. അള്ളാഹുവിനോടുള്ള സിദ്ധാവായ അള്ളാഹുവിനോട് ഹക്കുണ്ട്. അള്ളാഹു തആല അയച്ച പ്രവാചകനോടുള്ള ഹക്കുണ്ട്. പരസ്പരം സൃഷ്ടികളോടും ബന്ധുക്കളോടും മറ്റുള്ളവരോടും മറ്റ് സൃഷ്ടികളോടുള്ള ഹക്കൂക്കുണ്ട്. കാരണം ഈ ലോകം എന്ന് പറയുന്നത് ഇത് ദാറുൽ ഹുക്കൂക്കാണ്. പറഞ്ഞാൽ പരസ്പര കടമകളുടെയും ബാധ്യതകളും അത് മനസ്സിലാക്കുകയും അത് പൂർത്തീകരിക്കുകയും ചെയ്യാനുള്ളത്.
ഇതിനു വേണ്ടിയാണ് ഈ ലോകത്ത് തന്നിരിക്കുന്നത്. ആഖിറ എന്ന് പറയുന്നത് ദാറുൽ ഉജൂറാണ്. അവിടെ ഇതിന്റെ പ്രതിഫലങ്ങൾ നൽകപ്പെടാനുള്ള സ്ഥലമാണ്. ഈ ലോകം എന്ന് പറയുന്നത് ദാറുൽ ഹുഖൂഖാണ്. ഇവിടെ കടമകൾ മനസ്സിലാക്കുകയും കടമകൾ പൂർത്തീകരിക്കുകയും ഹക്കുകൾ വീടുകയും ചെയ്യുക എന്നുള്ളത് അതിവിടെ നടക്കേണ്ട കാര്യമാണ്. അതുകൊണ്ട് ഈ ഹുക്കൂക്കുകളെ മനസ്സിലാക്കാനും അതിനെ പൂർത്തീകരിക്കാൻ വേണ്ടിയാണ് അല്ലാഹു തആല ദീനിന്റെ ഇൽമ് മനുഷ്യരായ നമുക്ക് നൽകിയിരിക്കുന്നത്. इनमें सबसे पहला हक अल्लाह ताला का होता है। दुनिया दारुल हुकूक है और हुकूक की तालीम नबियों के जरिए से दी जाती है और इसमें सबसे पहला हक अल्लाह ताला का है। हुजूर सल्लल्लाहु अलैहि वसल्लम ने हज़रत मुआज़ बिन जबल से पूछा, हे मुआज़, आपको मालूम है अल्लाह का क्या हक है? अर्ज़ किया, मुझे नहीं मालूम है। आपने फरमाया, अल्लाह का हक यह है कि उसी की इबादत की जाएगी, उसके साथ किसी को शरीक नहीं किया जाएगा। तो ये दलील है कि अल्लाह ताला नबियों के ज़रिए से वो इल्म देता है जिससे उनके ज़रिए से हुकूक की तालीम होती है, हुकूक की हिफाजत होती है और दुनिया की सलामती होती है। और ये इल्मिൽ കൂടി അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യരെ ഹുക്കൂക്ക് മനസ്സിലാക്കി കൊടുക്കുകയുണ്ടായി. ആ ഹക്കിലും ഏറ്റവും ആദ്യമായിട്ടുള്ള ഹക്ക് എന്ന് പറയുന്നത് മനുഷ്യന് അല്ലാഹുവിനോടുള്ള ഹക്കുകളാണ്. അല്ലാഹുവിനോട് ഹക്കുണ്ട്, മറ്റുള്ളവരോടുള്ള ഹക്കുകളുണ്ട്. അപ്പോൾ ഈ ഹക്കിനെ കുറിച്ച് മുആദ് റളിയല്ലാഹു തആല അൻഹുവിനോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ച ഹദീസിൽ കൂടി തങ്ങൾ പറഞ്ഞു തരുന്നുണ്ട്. മുആദ് റളിയല്ലാഹു അൻഹുവിനോട് ചോദിക്കുകയുണ്ടായി, മുആദ്, നിങ്ങൾക്ക് അല്ലാഹു മനുഷ്യന്റെ മേൽ അല്ലാഹുവിനോടുള്ള ഹക്കിനെ കുറിച്ച് ഹുക്കൂക്കിനെ കുറിച്ച് അറിയാമോ എന്ന് ചോദിച്ചു. മുആദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, തങ്ങൾ പറഞ്ഞു എന്നാൽ പറഞ്ഞുകൂടാ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അല്ലാഹുവിനോടുള്ള ഹക്ക് എന്ന് പറഞ്ഞാൽ അല്ലാഹുവിനെ മാത്രം ആരാധിക്കുക എന്നുള്ളതാണ്. അവനല്ലാതെ മറ്റാരെയും ആരാധിക്കാതിരിക്കുകയും അവനെ ആരാധിക്കുകയും അവനെ അനുസരിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് അല്ലാഹുവിനോടുള്ള ഹക്ക് എന്ന് പറയുന്നത്. ഇതിൽ കൂടി മനസ്സിലായത് മനുഷ്യർക്ക് അല്ലാഹുവിനോടുള്ള ഹക്കുകളുണ്ട്. ഏറ്റവും ആദ്യമായി മറ്റുള്ളവരോടുള്ള ഹക്കുകളുണ്ട്. ഈ ഹക്കുകളെ പൂർത്തീകരിക്കാനും അങ്ങനെ ഈ ലോകത്ത് സമാധാനപരമായ ജീവിതം ഉണ്ടായിത്തീരാൻ വേണ്ടിയാണ് ദീനിന്റെ ഇൽമ് അല്ലാഹു തആല മനുഷ്യർക്ക് നൽകിയിരിക്കുന്നത്. और जब तक हुकूक दुनिया में अदा होते रहते हैं तो आदम की सलामती होती है। जब हुकूक की पायमाली और बर्बादी होती है तो फिर आदम में फसाद आता है। इसलिए इस इल्म का सीखना वाजिब करार दिया कि दीन का इल्म सीखो। दीन का इल्म सीखना हर औरत पर फर्ज है, ये करार दिया। അപ്പോൾ ഈ ഹക്കുകൾ ഹുക്കൂക്കിന്റെ ഈ ലോകത്ത് ഈ ഹുക്കൂക്കുകൾ കടമകൾ മറ്റുള്ളവരോടുള്ള കടമകൾ ഈ ഹുക്കൂക്കുകൾ പൂർത്തീകരിക്കപ്പെടുമ്പോൾ ഈ ലോകത്തുള്ള ഇവിടെ സലാമത്ത്, സമാധാനമായ അന്തരീക്ഷം, പരസ്പരം ഹക്കുകൾ പൂർത്തീകരിച്ചുള്ള ജീവിതമാണെങ്കിൽ ഈ ലോകത്തുള്ള ജീവിതം മുഴുവൻ സമാധാനപരമായ ജീവിതമായി. അപ്പോൾ അതുകൊണ്ട് അതിനുവേണ്ടിയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ലോകത്തുള്ള ജീവിതം നന്നായിത്തീരാനും സമാധാനപരമായിട്ടുള്ള ജീവിതം, സലാമത്തിയും സമാധാനവും ഈ ലോകത്തുണ്ടായിത്തീരാനും ദീനിന്റെ ഇൽമ് ആവശ്യമാണ്. ആ ഇൽമ് ഉണ്ടാകുമ്പോഴാണ് മനുഷ്യന്റെ ഹുക്കൂക്കുകൾ മനുഷ്യന് മനസ്സിലാക്കാനും അതനുസരിച്ച് അതിനെ പൂർത്തീകരിക്കാനും സാധിക്കുന്നത്. आदमी पैदा होते ही उसके ताल्लुकात शुरू हो जाते हैं, मुख्तलिफ लाइन के ताल्लुकात शुरू हो जाते हैं। ये इंसान की खासियत है, जानवरों में ये बात नहीं है। മനുഷ്യൻ ഈ ലോകത്ത് ജനിച്ചു വീഴുമ്പോൾ തന്നെ മനുഷ്യന് കുറേ ബന്ധങ്ങൾ ഉണ്ടാകുന്നു. ഈ ലോകത്ത് ഒരു കുഞ്ഞ് ജനിച്ചാൽ തന്നെ അപ്പോൾ മുതലേ ആ ജനനം മുതൽ തന്നെ ഈ മനുഷ്യനുള്ള ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ പല രീതിയിലുള്ള ബന്ധങ്ങളാണ് മനുഷ്യനുണ്ടാകാറുണ്ട്. മറ്റ് ജീവികൾക്ക് ഇല്ലാത്തതിൽ നിന്ന് വ്യത്യസ്തമായിക്കൊണ്ട് മറ്റ് ജീവികൾ ജീവിക്കുന്നു, അതിനത്രയും ബന്ധങ്ങളോ കാര്യങ്ങളോ മറ്റുള്ളവരുള്ള ഹക്കുകളൊന്നുമില്ല. പക്ഷെ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം അതിന് വ്യത്യസ്തമായിക്കൊണ്ട് ജനിക്കുന്നത് മുതൽ തന്നെ പല ബന്ധങ്ങളോട് കൂടിയാണ് ഈ കുട്ടി ജനിക്കുന്നതും ആ രീതിയിലാണ് ജീവിക്കുന്നത്. दुनिया ताल्लुकात की जगह है इंसान के लिए। इसका ताल्लुक अपने माँ बाप से भी है, रिश्तेदारों से भी है, बहुत से ताल्लुकात इंसानों के होते हैं। एक दूसरे के साथ अपने माल से भी ताल्लुक है। तो इन ताल्लुकात की सलामती के लिए अल्लाह तबारक व तआला ने इल्म दीन नाज़िल किया है ताकि हर हकदार को उसका हक मिल जाए। അപ്പോൾ അത് മനുഷ്യന് സ്വഭാവമാണ്. കാരണം ഈ ലോകത്ത് ജനിച്ചാൽ ആദ്യം മാതാപിതാക്കളുണ്ട്, ഉമ്മയുണ്ട്, വാപ്പായുണ്ട്, സഹോദരന്മാരുണ്ട്, പിന്നെ മറ്റു ബന്ധുക്കളുണ്ട്. ഇങ്ങനെ കുറേ ബന്ധങ്ങൾ. പിന്നെ വളർന്നു വരുന്നതനുസരിച്ച് ബന്ധങ്ങൾ കൂടി വരിക. പിന്നെ പരസ്പരം ഇടപാടുകൾ മനുഷ്യരുണ്ട്. അങ്ങനെ കുറേ പേരുമായിട്ടുള്ള ബന്ധങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അങ്ങനെ ജനിക്കുന്ന മുതൽ വളരുന്നതനുസരിച്ച് ഈ ലോകത്ത് ബന്ധങ്ങൾ ഉണ്ടാകുകയും ആ ബന്ധങ്ങൾ വർദ്ധിക്കുകയും ചെയ്യും. അപ്പോൾ ഈ ബന്ധങ്ങൾ പരസ്പരം അത് ശരിയായ രീതിയിൽ അത് സമാധാനമായിട്ടും
ശരിയായ രീതിയിൽ ഈ ബന്ധങ്ങൾ മുന്നോട്ട് പോകണമെങ്കിൽ അതിൽ ഏറ്റവും അടിസ്ഥാനപരമായ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ ഈ മനുഷ്യൻ എല്ലാവരുടെ ഹക്കുകൾ മനസ്സിലാക്കുകയും ആ ഹക്കുകൾ പൂർത്തീകരിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ഈ ലോകത്ത് പരസ്പര സമാധാനപരമായ ജീവിതത്തിന് ആവശ്യമുള്ള കാര്യം. ഈ ഹുക്കൂക്ക് അല്ലാഹു തആല മനസ്സിലാക്കി തന്നത്. മനുഷ്യൻ ഈ ലോകത്ത് എന്തെല്ലാം ഹുക്കൂക്കുകളാണുള്ളത്, ആ കടമകളാണ് മനുഷ്യനുള്ളത്, ആരോടൊക്കെയാണ് ബന്ധങ്ങളുള്ളത്, ആ ബന്ധങ്ങളുടെ പേരിൽ എന്തെല്ലാം ബാധ്യതകളാണുള്ളത്, ഇതെല്ലാം മനസ്സിലാക്കി തരാണ് അല്ലാഹു തആല പരിശുദ്ധമായ ദീൻ നൽകി. ഈ ദീനിന്റെ ഇൽമ നൽകി. ഈ ഇൽമ അനുസരിച്ച് എത്രത്തോളം മനുഷ്യൻ ഈ ഹുക്കൂക്കുകളെ പൂർത്തീകരിക്കുമോ അത്രത്തോളം ഈ ലോകത്ത് സമാധാനവും സന്തോഷവും ഉള്ള ജീവിതങ്ങൾ, മറ്റുള്ളവരുടെ ഹക്കുകൾ പൂർത്തീകരിക്കപ്പെടും. എല്ലാവർക്കും അവരവരുടെ ഹക്ക് കിട്ടി സമാധാനത്തോടുകൂടി സന്തോഷത്തോടുകൂടി ജീവിക്കാൻ സാധിക്കുന്നതാണ്. इसलिए दीन ने इस्लाम का सीखना फर्ज करार दिया है कि दीन का इल्म सीखना हर मर्द पर हर औरत पर फर्ज है. അതുകൊണ്ടാണ് ദീനിന്റെ ഇൽമ, ഇത് പഠിക്കൽ, ഇത് മനസ്സിലാക്കൽ ഓരോ പുരുഷനും സ്ത്രീക്കും ഫർദായിരിക്കുന്നത്. ഇൽമിനെ പഠിക്കുക എന്നുള്ളത്, മനസ്സിലാക്കുക എന്നുള്ളത് എല്ലാവരുടെയും നിർബന്ധമാകുന്നതിനുള്ള കാരണമില്ല. रसूलुल्लाह सल्लल्लाहु अलैहि वसल्लम चूँकि आखिरी नबी है, इंसानों के हर तबके के नबी हैं, जिन्नातों के नबी हैं, इसलिए अल्लाह तबारक व तआला ने आपको कामिल इल्म दिया गया है. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവസാനത്തെ പ്രവാചകനാണ്. എല്ലാവരിലേക്കുമുള്ള, മുഴുവൻ മനുഷ്യരിലേക്കും ഖിയാമത്ത് നാൾ വരെ വരുന്ന മുഴുവൻ മനുഷ്യരിലേക്കുള്ള പ്രവാചകനായതുകൊണ്ട് തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അല്ലാഹു തആല കൊടുത്ത ഇൽം എന്ന് പറഞ്ഞാൽ അത് പൂർണ്ണമായ കാമിലായ ഇൽമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. और आपने इस इल्म को अपनी दावत से जोड़ा है. जो जो उलूम नाजिल हुए उस उलूम की आप सल्लल्लाहु अलैहि वसल्लम ने लोगों को दावत दी. ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അല്ലാഹു തആല കൊടുത്ത ഇൽമ്, ഈ ഇൽമിനെ തങ്ങൾ എന്ത് ചെയ്തു? ദഅവത്തുമായിട്ട് ബന്ധപ്പെട്ടു. അതായത് എന്തെല്ലാം ഇൽമ് തങ്ങൾക്ക് അല്ലാഹു തആല നൽകിയോ ആ ഇൽമിലേക്ക് ദഅവത്ത് ചെയ്തു. ഓരോ ആ വിഷയങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കാനും ജനങ്ങളെ അതിലേക്ക് ക്ഷണിക്കാനും ജനങ്ങളിലേക്ക് അത് എത്താൻ വേണ്ടിയുള്ള പരിശ്രമം ദഅവത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെയ്യുകയുണ്ടായി. क्योंकि इस इल्म की इंसानों के लिए यही ज़रूरत है जैसे बारिश के पानी की ज़रूरत है. കാരണം ഇൽമ മനുഷ്യർക്ക് എത്രത്തോളം ആവശ്യമെന്ന് വെച്ചാൽ എപ്രകാരം ഭൂമിയിൽ മഴയും മഴയുടെ വെള്ളവും ആ മഴവെള്ളം എത്രത്തോളം ആവശ്യമാണോ അതിന്റെ നിലനിൽപ്പിന് വേണ്ടി, ഇവിടെയുള്ള ജീവിതത്തിന് വേണ്ടി, ഇതേപോലെ ഈ മനുഷ്യന്റെ ഈ ലോകത്തുള്ള ജീവിതത്തിന് വേണ്ടി ദീനിന്റെ ഇൽമ ആവശ്യമാണ്. बारिश के पानी के बगैर ज़मीन की मखलूक जिंदा नहीं रह सकती. മഴ പെയ്യാതെ, മഴയില്ലാതെ ഈ ലോകത്തുള്ള സൃഷ്ടികൾ, ഇവിടെയുള്ള മഖ്ലൂഖ് സൃഷ്ടികൾ അവർക്ക് ജീവിക്കാൻ സാധ്യമല്ല. കുറേ നാൾ മഴയില്ലാതിരുന്നാൽ ഈ ലോകത്തൊന്നും തന്നെ ഉണ്ടാവുകയില്ല. ഇരിക്കുന്നവർ കുറച്ചും കൂടെ കയറിയിരുന്നാൽ കുറേ ആളുകൾ വരുന്നുണ്ട്. അപ്പോൾ അവർക്ക് ഇരിക്കാൻ പറ്റും, സ്ഥലം കുറച്ചും കൂടെ ഉണ്ടാവും. അപ്പോൾ അവിടെ ഉള്ള സ്ഥലത്ത് മുന്നോട്ട് കയറിയിരുന്നു. അപ്പോൾ മഴ പെയ്യൽ എത്രത്തോളം ആവശ്യമാണോ, മഴയുടെ വെള്ളം, ജലം ഈ ലോകത്ത് ജീവിതം നിലനിൽക്കാൻ വേണ്ടി എത്രത്തോളം ആവശ്യമാണോ ഇതേപോലെ ഈ ലോകത്ത് ജീവിതം നിലനിൽക്കാൻ വേണ്ടി ദീനിന്റെ ഇൽമും ആവശ്യമാണ്. मैं कह रहा था कि बारिश की तरह जिस बारिश की ज़रूरत है ज़मीन की मखलूक के लिए, अपने हयात के लिए, ऐसे ही इंसानों के लिए, अपनी नजात के लिए इल्म की ज़रूरत है. बारिश के पानी के बगैर ज़मीन की कोई मखलूक जिंदा नहीं रह सकती. वजाना मिनल माए कुल्ल शैइन हई, कि बारिश के पानी से हर मखलूक को अल्लाह ज़िंदगी देते हैं. ऐसे ही ये इल्म जो है हर तबके की नजात के लिए इस इल्म का होना ज़रूरी है. रसूल सल्लल्लाहु अलैहि वसल्लम ने अपने इल्म की मुशाबिहत बारिश के पानी से दी है कि मसलन मा बअसनी अल्लाहु मिनल इल्म वल हुदा कमसली ग़ैसिल आखिर हदीस, कि मुझे जो इल्म अल्लाह ने दिया है वो बारिश के पानी की तरह से. बारिश के पानी के बगैर ज़मीन की मखलूक का गुजारा नहीं है. इस तरह इंसानों के हर तबके को हुजूर सल्लल्लाहु अलैहि वसल्लम के इल्म के बगैर जो है नजात और कामयाबी नहीं है. നേരത്തെ പറഞ്ഞ പോലെ ഈ ലോകത്ത് വെള്ളമില്ലാതെ, മഴ പെയ്യാതെ, മഴയുടെ വെള്ളമില്ലാതെ ഈ ലോകത്ത് ജീവനുള്ള വസ്തുക്കളുടെ നിലനിൽപ്പ് ബുദ്ധിമുട്ടാണ്. അവർക്ക് ജീവിക്കാൻ പറ്റുകയില്ല. ഇതേപോലെ തന്നെയാണ് ദീനിന്റെ ഇൽമ. ഈ മഴയുടെ വെള്ളം പോലെ മഴയോടാണ് സാദൃശ്യപ്പെടുത്തിയിരിക്കുന്നത്, വെള്ളത്തിനോടാണ് സാദൃശ്യപ്പെടുത്തിയിരിക്കുന്നത്. ജീവനുള്ള വസ്തുക്കൾ ഈ ലോകത്ത് നിലനിൽക്കണമെങ്കിൽ അത് സൃഷ്ടിക്കപ്പെട്ടതും അതിന്റെ നിലനിൽപ്പുമെല്ലാം ജലമുണ്ടാകുന്നതിൽ കൂടിയാണ്. ഇതേപോലെ ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുണ്ടായി,
അല്ലാഹു തആല എന്നെ അയച്ചിരിക്കുന്നതിൻ്റെ ഉദാഹരണം ഇൽമും ഹിദായത്തും നൽകി അയച്ചത് ഒരു മഴ പെയ്യുന്ന പോലെയാണ്. കമസലി ഗൈസിൻ എന്ന് പറയുന്ന ഹദീസിൽ വരും. അപ്പോൾ മഴയോടാണ് സാദൃശ്യപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ദീനിൻ്റെ ഇൽമ് എന്ന് പറയുന്നത് പ്രകാരം ഈ ലോകത്ത് ജീവനുള്ള വസ്തുക്കൾക്ക് മഴ പെയ്യൽ ആവശ്യമാണ്. ഇതേപോലെ ഈ ലോകത്ത് ജീവിക്കുന്ന മനുഷ്യർക്ക് ദീനിൻ്റെ ഇൽമ് ആവശ്യമാണ്. അവരുടെ നിലനിൽപ്പിന് വേണ്ടി, അവരുടെ സമാധാനത്തിന് വേണ്ടി, അവരുടെ വിജയത്തിന് വേണ്ടി ഇതേപോലെ തന്നെ ആവശ്യമായ കാര്യം. चूँकि ये इल्म अल्लाह ताला की एक अमानत है और पूरी इंसानियत के लिए नाजिल हुई है, इसलिए हुजूर सल्लल्लाहु अलैहि वसल्लम ने अपने उलूम को दावत से जोड़ा है ताकि दावत के जरिए से ये उलूम हर तबके को मिले. പിന്നെ ഇൽമ് എപ്രകാരം ആവശ്യമാണോ ഇതുപോലെ അമാനത്താണ്. കാരണം ഇത് എല്ലാവർക്കും വേണ്ടിയുള്ളതാണ്. ചില വ്യക്തികൾക്കോ അല്ലെങ്കിൽ ആർക്കെങ്കിലും പ്രത്യേകമായിട്ടുള്ളതല്ല. ഇത് ലോകത്തുള്ള മുഴുവൻ മനുഷ്യർക്കുള്ളതാണ്. അതുകൊണ്ട് ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദീനിന്റെ ഇൽമിനെ ദീനിന്റെ ദഅവത്തുമായിട്ട് ബന്ധപ്പെടുത്തി. എന്ത് കാര്യങ്ങൾ ഇൽമുണ്ടോ, എന്ത് കാര്യങ്ങൾ അല്ലാഹു തആല അറിയിച്ചിട്ടുണ്ടോ, ഇത് മുഴുവൻ മനുഷ്യരിലേക്ക് എത്തിക്കാനുള്ള ഒരു പരിശ്രമം, ദഅവത്തിന്റെ പരിശ്രമം ഇതുമായിട്ട് ബന്ധപ്പെടുത്തുകയുണ്ടായി. കാരണം ഇത് എല്ലാവർക്കുള്ള അമാനത്താണ്. ആ അമാനത്ത് എല്ലാവരിലേക്കും എത്തിക്കൽ ആവശ്യമാണ്. और ये इल्म दो तरह का नाजिल हुआ है. एक तरगीब का इल्म है, एक तशरीह का इल्म है. जो इल्म तरगीब के लिए है वो सब के लिए है. एक उस इल्म में अल्लाह ताला ने अपने बंदों को तरगीब दी है, अपने इनामात, अपने करामात, आखिरत, उसकी तरगीब दी है. उसको तरगीब का इल्म कहते हैं. उलमाए किराम ने तरगीब के इल्म को खूब जमा किया है. सहाबाए किराम ने भी तरगीब के इल्म को खूब जमा किया है. क्यों कि तरगीब के इल्म से लोगों के अंदर दीन की और आखिरत की तलब पैदा होती है. और अंबिया किराम की दावत की खुसूसियत यह है कि वो लोगों में तलब पैदा करके देते हैं चीज़. पहले लोगों में तलब पैदा हो जाए, और तलब पैदा होता है तरगीब से और हुस्न अखलाक से. ये दो चीज़ों के जरिए से लोगों में तलब पैदा कराई जाती है. एक तरगीब के इल्म से और एक हुस्न अखलाक से. हुजूर सल्लल्लाहु अलैहि वसल्लम ने ये दोनों चीज़ें अपनी दावत में इस्तेमाल किया. അപ്പോൾ ദീനിന്റെ ഇൽമ് എന്ന് പറയുമ്പോൾ പൊതുവായിട്ട് നോക്കുകയാണെങ്കിൽ അത് രണ്ട് രീതിയിലുള്ള രണ്ട് വിഷയങ്ങളാണ് പ്രധാനമായിട്ടുള്ളത്. ഒന്ന് തർഗീബിന്റെ ഇൽമുണ്ട്, ഒന്ന് തശ്ബീഹിന്റെ ഇൽമുണ്ട്. തർഗീബിന്റെ ഇൽമ് എന്ന് പറഞ്ഞാൽ മനുഷ്യരിൽ അതിന്റെ മഹത്വം വില മനസ്സിലാക്കി അതിലുള്ള താല്പര്യം, ദീനിലുള്ള താല്പര്യം ഉണ്ടായിത്തീരാനുള്ള ഇൽമാണ്. ഉലമാക്കൾ, ഹദീസുകൾ, ഉലമാക്കളെല്ലാം ധാരാളം ഹദീസുകളും ധാരാളം ഇൽമും ഈ വിഷയത്തിൽ ഒരുമിച്ച് കൂട്ടിയിട്ടുണ്ട്. കാരണം തർഗീബിന്റെ ഇൽമ് എന്ന് പറഞ്ഞാൽ വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം ഇത് അംബിയാക്കൾ അലൈഹിസ്സലാത്തു വസ്സലാം അവരുടെ ദഅവത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമായിരുന്നു തർഗീബ്. ഈ ദീനിന്റെ മഹത്വം എന്താണ്, ഇതിന്റെ ആവശ്യകത എന്താണ്, ഇതുകൊണ്ടുണ്ടാകുന്ന പ്രയോജനം എന്താണ്, ഇതിന്റെ പ്രതിഫലം എന്താണ്, ഇത് മനുഷ്യർക്ക് മനസ്സിലാക്കി കൊടുക്കാനുള്ള അംബിയാക്കൾ അലൈഹിസ്സലാത്തു വസ്സലാം അവരുടെ പ്രധാനപ്പെട്ട ദഅവത്തിന്റെ ഒരു ഭാഗമായിരുന്നു. അതുകൊണ്ട് തന്നെ ദീനിന്റെ ഇൽമിന്റെയും വലിയ ഭാഗം ഒരു ഭാഗം എന്ന് പറയുന്നത് തർഗീബാണ്. ഒരു ഭാഗത്ത് ശർഈയായ നിയമങ്ങളും കാര്യങ്ങളും നിശ്ചയിക്കുന്ന ഇൽമുണ്ട്. പക്ഷേ ആദ്യം അംബിയാക്കൾ അലൈഹിസ്സലാത്തു വസ്സലാം അവരുടെ ദഅവത്തിൽ അവരുടെ രീതി എന്തായിരുന്നു എന്ന് വെച്ചാൽ ആദ്യം മനുഷ്യരുടെ ഹൃദയങ്ങളിൽ ഈ വിഷയത്തിൽ ഈ ദീനിനെ കുറിച്ചുള്ള താല്പര്യം ഉണ്ടാക്കുമായിരുന്നു, ആഗ്രഹം ഉണ്ടാക്കുമായിരുന്നു. എന്നിട്ട് ദീനിന്റെ നിയമങ്ങൾ, ദീനിന്റെ വിഷയങ്ങൾ അവർക്ക് കൊടുക്കുമായിരുന്നു. ആദ്യം ആഗ്രഹവും താല്പര്യവും ഉണ്ടായിട്ടാണ് അവർ കൊടുത്തിരുന്നത്. ആദ്യം അതിനുവേണ്ടി അവർ പരിശ്രമിച്ചിരുന്നത് മനുഷ്യരുടെ ഹൃദയങ്ങളിൽ ഈ ദീനിനെ കുറിച്ചുള്ള മഹത്വം, ഈ ദീനിന്റെ ആവശ്യകത അവർ മനസ്സിലാക്കണം. ഇതായിരുന്നു അംബിയാക്കൾ അലൈഹിസ്സലാത്തു വസ്സലാമയുടെ രീതി. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് തർഗീബിന്റെ ഇൽമാണ്. ऐसा सिद्दीक़ा रज़ियल्लाहु अन्हा फरमाती थी कि अगर पहले ही शराब हराम की जाती, ऐसे ज़िना हराम किया था, कोई नहीं छोड़ता. लोग शराब नहीं छोड़ सकते थे क्योंकि वो शराब के आदी थे. लेकिन अल्लाह ताला ने उसको इस तरह से बंद करवाया कि तरगीब नाजिल हुई, वाइदें नाजिल हुई, जिसकी वजह से उसकी नफरतें पैदा हुई, अज़ाब का खौफ पैदा हुआ. यानी एक चीज़ छुड़ानी है तो उसकी नफरत, एक चीज़ पैदा करनी है तो उसकी रग़बत. ये दो चीज़ें हैं. आदमी किसी चीज़ की रग़बत करे तो उसको हासिल करता है, किसी चीज़ नफरत करे तो वो छोड़ देता है उसके नुकसान की वजह से. तो अल्लाह ताला ने ये उलूम पहले नाजिल किए कि लोगों में तरगीब आवे, जिन कामों को करना है उसकी तरगीब और जिन कामों को छोड़ना है उसकी तरगीब. इसकी वजह से लोगों के जहन बने. और यही दावत का तरीका है कि जो चीज़ें उम्मत में चलानी है उसकी तरगीब हो जाए, जो चीज़ें उम्मत से छुड़ानी है उसकी तरगीब हो जाए, ताकि वो अपने इस्तिताअत के मुताबिक अमल करें.
അവിടെ പരിശുദ്ധമായ ദീൻ ഇറങ്ങിയ ആ രീതി നമ്മൾ നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഓരോ വിഷയത്തിലുള്ള ആദ്യം ആ വിഷയത്തെക്കുറിച്ച് ഏതൊരു കാര്യം നടപ്പിലാക്കാൻ ഉണ്ടാക്കാൻ ഉദ്ദേശിച്ചോ അതിനെക്കുറിച്ചുള്ള ആഗ്രഹം ഉണ്ടാകുന്ന രീതിയിൽ അതിന്റെ മഹത്വങ്ങളും ആവശ്യകതയും മനസ്സിലാകുന്ന രീതിയിലുള്ള ആയത്തുകളും നിയമങ്ങളുമാണ് വന്നുകൊണ്ടിരുന്നത്. ഉദാഹരണത്തിന് കള്ളുകൂടി ഹറാമാക്കി, മറ്റു പല കാര്യങ്ങൾ അതിനെ നിരോധിച്ചു, ചില കാര്യങ്ങൾ അത് നിർബന്ധമാക്കി ഫറളാക്കി. പക്ഷെ ഈ രണ്ട് കാര്യത്തിലും ഒരു പടിപടിയായിട്ടുള്ള ഒരു രീതിയായിരുന്നു ഖുർആൻ ശരീഫിൽ അല്ലാഹുവിന്റെ ഭാഗത്തുനിന്നുണ്ടായത്. ഉദാഹരണത്തിന് കള്ളുകൂടി ഹറാമാക്കി ഒറ്റയടിക്കത് ഹറാമാന്ന് പറഞ്ഞില്ല. അല്ലെങ്കിൽ ആരംഭഘട്ടത്തിൽ തന്നെ ഇസ്ലാമിന്റെ ദഅവത്തിന്റെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നുബുവത്തിന്റെ ആരംഭത്തിൽ തന്നെ ഇതെല്ലാം ഹറാമാണെന്ന് വിവരിച്ചിരുന്നെങ്കിൽ ചിലപ്പോൾ ആ ജനങ്ങൾ അത് ഉൾക്കൊള്ളാനും സാധിക്കത്തില്ലായിരുന്നു. അവർക്കത് ഒഴിവാക്കാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു. പക്ഷെ പരിശ്രമം നടന്നുകൊണ്ടിരുന്നു. അവരുടെ മനസ്സുകളിൽ പല കാര്യങ്ങളുടെ ആഗ്രഹങ്ങൾ തർഗീബിന്റെ ഇൽമിൽ കൂടി തർഗീബിന്റെ ആയത്തും ഹദീസുകളിൽ കൂടി അവരുടെ മനസ്സുകൾ അതിന്റെ താല്പര്യം ഉണ്ടാക്കി തീർത്തു. അതിനുശേഷം ആ നിയമങ്ങൾ കൊണ്ടുവന്നു. അപ്പോൾ അവർക്കത് ഉൾക്കൊള്ളാൻ എളുപ്പമായിത്തീരുന്നു. പല കാര്യങ്ങളും അത് നിരോധിക്കാനുള്ള, അത് ഇല്ലാതാക്കാനുള്ള അവർ ആഗ്രഹിച്ചു. അതിനെക്കുറിച്ചുള്ള തർഹീബിന്റെ വിഷയങ്ങൾ കൊണ്ടുവന്നു. പടിപടിയായിട്ട് അതിനെക്കുറിച്ച് അത് മോശമാണെന്നുള്ളതിനെ കുറിച്ച് പറഞ്ഞു, അതിനെ ഒഴിവാക്കേണ്ട ആവശ്യകതയെ കുറിച്ച് പറഞ്ഞു, പിന്നെ അതിനെ നിരോധിക്കുകയുണ്ടായി. അപ്പോൾ ചെയ്യാൻ പറഞ്ഞ കാര്യങ്ങൾ ചെയ്യാനുള്ള ഇസ്തിതാഅത്ത്, അതിനുള്ള അവരിലുള്ള കഴിവുണ്ടായി. ഒഴിവാക്കാൻ പറഞ്ഞ കാര്യങ്ങൾ ഒഴിവാക്കാനുള്ള അതിനുള്ള കഴിവ് അവർക്കുണ്ടായിരിക്കുന്നു. ഈ രീതിയാണ് തർഹീബിൽ കൂടിയാണ് തർഹീബും മഹത്വങ്ങൾ പറഞ്ഞു. അതുപോലെ ചില കാര്യങ്ങൾ മോശമായ ഇല്ലാതാക്കേണ്ട കാര്യങ്ങൾ അതിനെക്കുറിച്ചുള്ള ഭയപ്പെടുത്തൽ, അല്ലെങ്കിൽ അതിന്റെ മോശമായ കാര്യങ്ങളെ കുറിച്ച് പറഞ്ഞു കൊടുക്കൽ. ഇങ്ങനെയാണ് ഈ ദീൻ നടപ്പിലാക്കിയത്. ഈ ഒരു രീതിയായിരുന്നു അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ദീനിനെ ഇറക്കിയതും. ആ ഒരു രീതിയിലാണ് ഈ ദീൻ മനുഷ്യരിലേക്ക് കൊണ്ടുവന്നത്. हुजूर सल्लल्लाहु अलैहि वसल्लम की इस तरह की मेहनत की वजह से, यानी आप लोगों को माइल करते थे अपने अखलाक से और तरगीब से, तो दो किस्म के लोग, एक किस्म तो लोगों की वो होती थी कि जिनके अंदर तलब पैदा हुई, वो खुद ही आए, आपके पास आए, दीन कबूल किया, दीन की तालीम ली। और एक किस्म वो है कि जिनमें ये बात अभी पैदा नहीं हुई, तो उसके लिए ये किया जाता था कि जिनके अंदर ये बात नहीं पैदा हुई है उनके पास हुजूर सल्लल्लाहु अलैहि वसल्लम खुद तशरीफ ले जाते थे या अपने आदमी देते थे। അതുകൊണ്ട് നേരത്തെ പറഞ്ഞതില് ഒന്ന് തർഗീബ്, അതിന്റെ കൂടെ ഹുസ്ന അഖ്ലാഖ് എന്ന് പറയുന്നത് രണ്ട് കാര്യങ്ങൾ കൊണ്ടാണ്. ഒന്ന് ഈ കാര്യത്തെക്കുറിച്ചുള്ള തർഗീബും ദഅവത്തും സൽസ്വഭാവത്തിൽ കൂടി ജനങ്ങളെ അടുപ്പിക്കുകയുണ്ടായി ദീനിലേക്ക്. ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ രീതിയിൽ ദീനിന്റെ പരിശ്രമം ചെയ്യുകയുണ്ടായി. അങ്ങനെ ചെയ്തപ്പോൾ കുറേ ആളുകൾ എന്തായി, അവരിതിനെ മനസ്സിലാക്കി. സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ദഅവത്തിനെ, അവർ തങ്ങളുടെ ആ വാക്കുകളെ കേട്ടു, ആ വർത്തമാനങ്ങൾ സ്വീകരിച്ചു. അതിനെ ഉൾക്കൊണ്ടുകൊണ്ട് തങ്ങളുടെ ദഅവത്ത് സ്വീകരിക്കുകയുണ്ടായി. അവരങ്ങനെ അതിലേക്ക് വന്നു. എന്നാൽ പിന്നെയും കുറേ ആളുകൾ പിന്നെയും അവരെ മടിച്ചു നിന്നു. അവരതിനെ ഉൾക്കൊള്ളാനോ അല്ലെങ്കിൽ അതിലേക്ക് അവരുടെ ജീവിതത്തെ മാറ്റിയെടുക്കാനോ തയ്യാറായില്ല. അങ്ങനെയുള്ളവരിലേക്ക് പിന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പിന്നെ എന്ത് ചെയ്തു, ആ ദഅവത്തുമായി തങ്ങൾ സ്വന്തമായിട്ട് അല്ലെങ്കിൽ തങ്ങളുടെ ആരെങ്കിലും പ്രതിനിധികളെ അവരിലേക്ക് അയച്ച് അവരിലേക്ക് എത്തുകയുണ്ടായി ഈ ദഅവത്ത്. इन बातों को चलाने के लिए इब्तिदा में अफराद होते थे, तो आप सल्लल्लाहु अलैहि वसल्लम अफराद को भेजते। फिर जो अफराद जमा हो गए फिर आप वफूद को भेजते थे। वफूद के जरिए से ये बातें लोगों में ईमान की, आखिरत की तलब पैदा कराने की बातें करने के लिए आप सल्लल्लाहु अलैहि वसल्लम भेजते थे। जो लोग आ जाते वो तो आपकी सोहबत से सीखते थे, और जो नहीं आते थे उनके पास जमाते बना करके भेजना का एक मामूल था, एक सुन्नत तरीका था। റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ദഅവത്തിന്റെ രീതിയിൽ ഇതായിരുന്നു. ഓരോ നാടുകളിലേക്ക് തങ്ങളുടെ ദഅവത്തിൽ കൂടി തങ്ങളുടെ അടുക്കൽ വരികയും തങ്ങളുടെ ആ ദഅവത്ത് സ്വീകരിക്കുകയും ചെയ്യുന്ന ഒരു കൂട്ടം ആളുകളുണ്ടായിരുന്നു. പക്ഷെ പിന്നെയും അതിൽ നിന്നും മടിച്ചു എന്ന ആളുകൾ അവരിലേക്ക് ആദ്യം തങ്ങൾ വ്യക്തികളെ അയക്കുമായിരുന്നു, സഹാബാക്കളെ ഓരോ വ്യക്തികളെ അയക്കുമായിരുന്നു. കാരണം ആദ്യം കുറച്ച് വ്യക്തികളാണ് തയ്യാറായത്. അപ്പോൾ ആ തയ്യാറായ വ്യക്തികളെ മറ്റുള്ള നാടുകളിലേക്കും മറ്റുള്ള സമൂഹത്തിലേക്കും ഗോത്രങ്ങളിലേക്ക് അയച്ചവരെ ദഅവത്ത് ചെയ്യുമായിരുന്നു. പിന്നെ സഹാബാക്കളുടെ എണ്ണം കൂടി വന്നപ്പോൾ പിന്നെ ഈ വഫൂദുകളെ, ഓരോ ചെറിയ സംഘങ്ങളെ തയ്യാറാക്കി അവരെ ഓരോ നാടുകളിലേക്ക് അവിടെയുള്ള അധികാരികളെ കാണാൻ വേണ്ടി, ആ നാട്ടുകാരെ കാണാൻ വേണ്ടി, അവരുടെ അടുക്കിലേക്ക് പോയി ദഅവത്ത് ചെയ്യാൻ വേണ്ടി ഓരോ സംഘങ്ങളെ, ജമാഅത്തുകളെ തയ്യാറാക്കി അയക്കുക എന്നുള്ളത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതകാലത്ത് തങ്ങൾ ചെയ്ത കാര്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. ഓരോ നാടുകളിലേക്ക് വഫൂദുകളെ അയക്കുമായിരുന്നു, സംഘങ്ങളെ തയ്യാറാക്കുമായിരുന്നു.
എന്നിട്ട് അവരെ ഓരോ നാടുകളിലേക്ക് ദഅവത്തിനെ എത്തിക്കാൻ വേണ്ടി, അവരെ അള്ളാഹുവിലേക്ക് ക്ഷണിക്കാൻ വേണ്ടി അങ്ങനെ പോയി വഫൂദുകൾ പോകുമ്പോൾ ചില നാട്ടുകാരെന്ത് ചെയ്യും, അതിനെ കേട്ട് മനസ്സിലാക്കി അവരതിനെ സ്വീകരിക്കും. പിന്നെയും ചില നാട്ടുകാർ പിന്നെയും സ്വീകരിക്കാൻ നിന്നിട്ടുമുണ്ട്. പക്ഷേ ഈ രീതിയിലായിരുന്നു ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ദഅവത്ത് ജനങ്ങളിലേക്ക്, നാടുകളിലേക്ക് എത്തിച്ചത്. आज भी वही बात है कि जो लोग तलब वाले हैं वो तो आते हैं, जैसे तलब आते हैं, आप उनको पढ़ाते हैं, उनकी तालीम होती है, उनकी तकमील होती है। तो तलब वालों के लिए तकमील होती है, तालीम होती है, और बेतलबों के लिए जिनमें अभी तलब पैदा नहीं हुई है उनको दावत दी जाती है ताकि उनके अंदर ईमान की, आखिरत की तलब पैदा हो जाए। ഇന്നും ദഅവത്തിന്റെ പരിശ്രമം എന്ന് വെച്ചാൽ ഇന്നും ദീനിന്റെ പരിശ്രമങ്ങൾ ഇങ്ങനെയാണ് നടക്കുന്നത്. കുറെ ആളുകൾ എപ്പോഴും ദീനിന്റെ ദഅവത്തിനെ മനസ്സിലാക്കി അവർ ഇങ്ങോട്ട് മുന്നോട്ട് ആഗ്രഹത്തോടു കൂടി താല്പര്യമുണ്ടായി അവർ ഇങ്ങോട്ട് വരും. കുറെ ആളുകൾ എപ്പോഴും അതിൽ നിന്നും പിന്മാറി നിൽക്കും. ഇതെല്ലാം കാലഘട്ടത്തിലും ഉണ്ടാവും. അപ്പൊ ഇത് രണ്ടിനും പരിശ്രമം ആവശ്യമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ രണ്ട് കാര്യങ്ങൾ ചെയ്യുമായിരുന്നു. വരുന്നവർക്ക് തങ്ങളുടെ കൂടെ നിർത്തി ദീനിന്റെ ഇൽമു പഠിപ്പിച്ചു കൊടുക്കുമായിരുന്നു. എന്നാൽ വരാത്തവരിലേക്ക് പിന്നെ ജമാഅത്തുകൾ അയക്കുമായിരുന്നു. ഇന്നും ഇത് തന്നെയാണ്. ഇത് തലബ അല്ലെങ്കിൽ ദീനിന്റെ ഇൽമു പഠിക്കുന്നവർ, താലിമീങ്ങൾ, അവർ ആഗ്രഹത്തോടുകൂടി താല്പര്യത്തോടുകൂടി വരുന്നു. ദീനിന്റെ ഇൽമു പഠിപ്പിച്ചു കൊടുക്കപ്പെടുന്നു. അങ്ങനെ കുറേ ആളുകളുണ്ട് ദീൻ മനസ്സിലാക്കണം, ദീൻ പഠിക്കണം, ദീൻ ആവശ്യമാണെന്ന് മനസ്സിലാക്കണം. അവരെ കൂട്ടി നിർത്തി അവർക്ക് ദീൻ മനസ്സിലാക്കി കൊടുക്കണം. എന്നാൽ വലിയൊരു വിഭാഗം പിന്നെയും ഇതൊന്നും ചിന്തിക്കാതെ, ഇതൊന്നും മനസ്സിലാക്കാതെ പിന്തിരിഞ്ഞു നിൽക്കുന്നുണ്ടാവും. അപ്പോൾ അവരിലേക്ക് ആളുകളെ, ജമാഅത്തുകളെ, സംഘങ്ങളെ അയച്ച് അവരോട് ദീനിന്റെ കാര്യങ്ങൾ പറഞ്ഞ് അങ്ങോട്ട് പോയി പറഞ്ഞ് മനസ്സിലാക്കി പരിശ്രമിച്ച് അവരിലും ദീനിന്റെ ഫലമുണ്ടാക്കി തീർക്കണം. ദീനിന്റെ ആഗ്രഹം അവരുടെ മനസ്സുകളിൽ ഉണ്ടാക്കി തീർക്കുക. ഇതേ പരിശ്രമമായിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇന്നും ഈ പരിശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. चूँकि दावत इसका जरिया है, वो दावत मतलूब है जो दावत अपने महासिन के साथ हो। क्योंकि दावत अपने महासिन के साथ होती है तो वो मौसर होती है। इसलिए हमको दावत के महासिन और दावत की खूबियाँ बताई गई कि दावत के क्या महासिन है। कि दावत के महासिन ये है कि दाई के अंदर इखलास आवे सबसे पहले, क्योंकि हर नबी इखलास के साथ आया है। कोई चीज़ दुनिया वालों से उन्होंने नहीं मांगी, ला या कौम ला असलुकुम अलैहि माला, मेरा कोई तकादा नहीं है। तो एक दावत की खूबी और महासिन में से ये है कि दाई के अंदर इखलास हो। दूसरा, दाई के अमाल सालिहा हों, दाई के अंदर अच्छे अखलाक हों, दाई के अंदर अच्छा उसलूब हो, दाई के अंदर अच्छा हुस्न ज़न हो। ये सब दावत के महासिन कहलाते हैं। അപ്പോൾ ഈ ദാവത്ത് എന്ന് പറയുമ്പോൾ ആ ദാവത്തിന്റെ മഹാസിൻ, അതിന്റെ നന്മകളോട് കൂടിയായിരിക്കണം ആ ദാവത്ത്. കാരണം ഈ ദാവത്ത് സ്വീകരിക്കപ്പെടണമെങ്കിൽ അതിന് കുറേ ഗുണങ്ങൾ ആവശ്യമാണ്. ഈ വിഷയത്തിൽ ചുമ്മാ ദാവത്ത് ചെയ്തു എന്നതിന് പേര് മാത്രമല്ല, അത് ജനങ്ങളിലേക്ക് അതിന്റെ അസർ ചെയ്യണമെങ്കിൽ, ജനങ്ങളിൽ അതിന്റെ പ്രതിഫലനം ഉണ്ടാക്കണമെങ്കിൽ, ജനങ്ങൾ അതിനെ ഉൾക്കൊള്ളണമെങ്കിൽ അതിന് കുറേ ഗുണങ്ങൾ വേണം. അതിലൊരു ഗുണങ്ങൾ നമുക്ക് അമ്പിയാക്കൾ അലൈഹിസ്സലാത്തു വസ്സലാമയുടെ അവരുടെ ദഅവത്തിൽ ഈ ഗുണങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഒന്ന്, ഇഖ്ലാസ് ആയിരുന്നു അമ്പിയാക്കൾ അലൈഹിസ്സലാത്തു വസ്സലാമയുടെ. ലാ അസ്അലുകും അലൈഹി മാല ഇൻ അജ്രിയ ഇല്ലാ അലാ റബ്ബിൽ ആലമീൻ. ഈ ആയത്തുകളിൽ കൂടിയെല്ലാം അമ്പിയാക്കൾ അലൈഹിസ്സലാത്തു വസ്സലാം പറയുന്നത്, ഞങ്ങൾ ഈ പറയുന്ന കാര്യം നിങ്ങളിൽ നിന്നൊന്നും പ്രതീക്ഷയല്ല, ഞങ്ങളുടെ പ്രതീക്ഷ അല്ലാഹുവിൽ നിന്നാണ്. അതുകൊണ്ട് നിങ്ങളുടെ ഒരു ഗുണകാംക്ഷയായിട്ട് നിങ്ങൾ ഞങ്ങളെ മനസ്സിലാക്കുക. നിങ്ങളൊന്നും ഞങ്ങൾക്ക് തരണ്ട, അതൊന്നുമല്ല ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. ഞങ്ങളുടെ ഉദ്ദേശം വേറൊന്നാണ്, അല്ലാഹുവിൽ നിന്നാണ് പ്രതിഫലത്തെ ആഗ്രഹിക്കുകയും നിങ്ങളുടെ നന്മയാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. ഈ രീതിയിലായിരുന്നു അമ്പിയാക്കൾ അലൈഹിസ്സലാത്തു വസ്സലാം അവർ ദഅവത്ത് ചെയ്തത്. അതുകൊണ്ട് അമ്പിയാക്കളുടെ ദഅവത്തിന്റെ ഒരു പ്രധാനപ്പെട്ട സിഫത്ത്, ഗുണം എന്ന് പറയുന്നത് മഹാസിനിൽ ഒന്ന് അവർ ഇഖ്ലാസോട് കൂടിയായിരുന്നു. അതേപോലെ ഉയർന്ന സ്വഭാവത്തോടു കൂടിയായിരുന്നു, ഗുണകാംക്ഷയോടു കൂടിയായിരുന്നു, ജനങ്ങളെക്കുറിച്ച് നല്ല ഉദ്ദേശത്തിലായിരുന്നു. തെറ്റിദ്ധാരണകൾ, മോശമായ ചിന്തകൾക്ക് പകരം എല്ലാവരെയും കുറിച്ചുള്ള നല്ല ഒരു ഉദ്ദേശം, ഒരു നല്ല ചിന്ത, വിശാലമായ ചിന്താഗതി, ഇങ്ങനെയുള്ള കുറേ സിഫത്തുകളോടുകൂടി, അഖ്ലാഖുകളോടുകൂടി കൂടിയായിരുന്നു നബിമാരുടെ ദഅവത്ത്. അതുകൊണ്ട് ദഅവത്തിന്റെ ഗുണങ്ങളോട് കൂടിയായിരുന്നാൽ, ഈ പറഞ്ഞ മഹാസിനുകളും സിഫാത്തുകളും കൂടി ആയിരിക്കുമ്പോൾ ഈ ദഅവത്ത് അസർ ചെയ്യുന്നതിന്. इसलिए हमको ये मेहनत दी गई है। इस मेहनत के दो पहलू हैं। एक मेहनत पहलू ये अपनी जात से उसका ताल्लुक है, एक पहलू उम्मत से उसका ताल्लुक है। अपने अंदर मेहनत करने का मतलब ये है कि जो महासिन और जो खूबी दाई में हो, उनके अंदर ईमान में यकीन आवे, अमल में इखलास आवे, इस्तिकामत आवे,
उम्मत से हमदर्दी और खैरख्वाही आवे, ये चीज़ें अपने अंदर भी पैदा करनी है। और उम्मत के अंदर आखिरत का फ़िक्र और अपने 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 दीन की नुसरत की फ़िक्र ये उम्मत में पैदा करनी है। അപ്പോൾ ഇതിൻ്റെ ദാവത്തിൻ്റെ ചെയ്യുന്ന ദായിയുമായിട്ട് രണ്ട് വശങ്ങളാണ് ഇതിൻ്റെ ഉള്ളത്. ഓരോ മനുഷ്യരും ദാവത്ത് ചെയ്യുമ്പോൾ അതിന് രണ്ട് വശങ്ങളുണ്ട്. ഒന്ന് ആ ചെയ്യുന്ന ദാവത്ത് ചെയ്യുന്ന ആ പരിശ്രമം ചെയ്യുന്ന ആളിനോട് ബന്ധപ്പെട്ട കുറേ കാര്യങ്ങളുണ്ട്. കാരണം ഈ പറയുന്ന ദാവത്ത് ചെയ്യുന്ന കാര്യങ്ങൾ ഒന്ന് ആ ചെയ്യുന്ന ദാവത്ത് ചെയ്യുന്ന ആളുകളുടെ ആവശ്യപ്പെട്ടുണ്ടാണ്. ഈമാന്റെ ദാവത്ത് ചെയ്യുന്നു, ഈമാന്റെ ദാവത്ത് തൻ്റെ ഈമാനെ വർദ്ധിപ്പിക്കാൻ വേണ്ടിയായിരുന്നു. തൻ്റെ ഉള്ളിൽ ഇഖ്ലാസ്, തൻ്റെ ഉള്ളിൽ അള്ളാഹുവിനുള്ള ബന്ധം, ആഖിറത്തിന്റെ ചിന്ത, നല്ല സിഫത്തുകൾ, ഇതെല്ലാം നമ്മുടെ ഉള്ളിൽ ഉണ്ടാക്കി തീർക്കുക. നമ്മൾ ദാവത്ത് ചെയ്യുമ്പോൾ ഒന്നാമത്തെ പരിശ്രമം അതിൻ്റെ ഒരു ഭാഗം എന്ന് പറയുന്നത് ഈ പരിശ്രമം നമ്മൾ നമ്മുടെ മേൽ ചെയ്യുക, നമ്മുടെ ഈ ഗുണങ്ങൾ ഉണ്ടാക്കി തീർക്കുക. രണ്ടാമത്തെ മറുവശം എന്ന് പറയുന്നത് ഇത് ജനങ്ങളിൽ ഇതിൻ്റെ പ്രയോജനം ഉണ്ടായിരിക്കുക എന്നുള്ളതാണ്. ജനങ്ങളുടെ പ്രയോജനം ഏതാണ്? ജനങ്ങൾ ഇതിൽ കൂടി അള്ളാഹുമായിട്ട് ബന്ധപ്പെടണം, ജനങ്ങൾ ഇതിൽ കൂടി ആഖിറത്തിനെ മനസ്സിലാക്കണം, അവരുടെ ജീവിതങ്ങളിൽ ആഖിറത്തിന്റെ ചിന്ത ഉണ്ടാകണം, അവരുടെ ജീവിതത്തിൽ നന്മയുണ്ടാകണം. ഈ ഗുണങ്ങൾ ജനങ്ങളിലൂടായിരുന്നു. ഈ പരിശ്രമം രണ്ട് വശങ്ങളോട് കൂടിയാണ്. മറ്റുള്ളവർക്ക് വേണ്ടി മാത്രമുള്ള പരിശ്രമമല്ല. പരിശ്രമം ചെയ്യുന്ന ആൾക്ക് ആ മനുഷ്യന്റെ സിഫാത്തുകൾ ഉണ്ടാകണം. രണ്ടാമത് ഈ പരിശ്രമം കാരണമായി ജനങ്ങളുടെ ഈ ഗുണങ്ങൾ ഉണ്ടായിത്തീരണം. ഇതിന്റെ രണ്ട് വശങ്ങളിലും ഇതിന്റെ ഫലങ്ങൾ ഉണ്ടാകാൻ മാത്രമേ പൂർണ്ണമായി തീരുള്ളൂ. ഒരു വശം മാത്രം കൊണ്ട് ദാവത്ത് പൂർത്തിയാവുകയില്ല. इसलिए इस मुख्तसर वक्त में हमारे अर्ज ये है कि जिस तरह आप हजरात माशाअल्लाह मुख्तलिफ खिदमतों में मशगूल हैं, तदरीस हो, तालीम हो, तस्नीफ हो, दूसरे रिफाही काम हो, मुख्तलिफ खिदमतें आप हजरात ने अपने ज़िम्मे ले रखी हैं. अल्लाह ताला उसे कबूल फरमाए. അതുകൊണ്ട് അങ്ങനെ ചുരുങ്ങിയ സമയത്ത് പറയാനുള്ള ചില വിഷയങ്ങൾ പറഞ്ഞു. ഇനി നിങ്ങളോടുള്ള ഒരു അപേക്ഷ എന്താണെന്ന് വെച്ചാൽ, നിങ്ങളെല്ലാവരും പല രീതിയിലുള്ള ഉത്തരവാദിത്തങ്ങളും ജോലികളും ദീനിൻ്റെ ഹിദ്മത്തുകളും പല മേഖലകളിലെല്ലാം പ്രവർത്തിക്കുകയും ജോലി ചെയ്യുകയും അതിൽ ശ്രമിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്നവരായിരിക്കും. തദ്രീസ് ഉണ്ടാവും, പള്ളിയുടെ ഹിദ്മത്തുണ്ടാവും, മറ്റ് മക്തബകളുടെ ഉത്തരവാദിത്തങ്ങളുണ്ടാവും. ഇങ്ങനെ ദീനിയായ പല ഹിദ്മത്തുകളും പല ബന്ധങ്ങളുമായിട്ട് പല ഉത്തരവാദിത്തങ്ങളായിട്ട് നിൽക്കുന്നവരായിരിക്കും, പല ഉത്തരവാദിത്തങ്ങൾ പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുന്നവരായിരിക്കും. അതിൻ്റെ കൂടെയുള്ള ഒരു അപേക്ഷയാണ്. उसी की तकमील के लिए एक फिक्र ये भी है कि आम उम्मत जिसके अंदर तलब नहीं है दीन की और आखिरत की, उनके अंदर भी पहुंचना है और उनमें पहुंच करके उनको इन जिम्मेदारियों से आगाह करना है, ताकि वो भी अपने आखिरत की जिम्मेदारियों से आगाह हो जाए. उसके लिए ये तरीका है कि जमातें बना करके उनके माहौल में जाएं और उनके माहौल के अंदर उनको ईमान की, आखिरत की, अपनी ज़िंदगी की जिम्मेदारियों की फिक्र दी जाए. ये एक उमूमी मेहनत है. इस उमूमी मेहनत के ज़रिए से एक ऐसा फ़ायदा होता है जैसे पानी पड़ने से फ़ायदा होता है. बारिश बरस जाती है तो हर तबके को फ़ायदा हो जाता है, हर एक को. इस तरह ये उमूमी एक मेहनत है. जिस तरह ये खुसूसी मेहनतें हैं, इस तरह ये एक उमूमी मेहनत. इस उमूमी मेहनत से आम फ़ायदा होता है कि मुख्तलिफ तबक़ात के अंदर दीन की, आखिरत की तरफ पैदा होती है. इसलिए एक तरीका ये भी है कि जमातें बना करके उमूमी तौर पर जहाँ लोगों में दीनदारी नहीं है या जहाँ दीन से दूरी है, उनके पास जाना और उनको अपनी आखिरत और अपने दीन के लिए तैयार करना, ये एक उमूमी मेहनत है. उसके लिए दो तरीके हैं कि आम लोगों से तो ये चाहा जाता है कि आम लोग 4 महीने लगाएं और अपने दीन के अपने अंदर फिक्र डालें. जो हजरात अहले इल्म हैं उनकी जिम्मेदारी ज़्यादा है. उनकी जिम्मेदारी ताउन की भी है, उनकी जिम्मेदारी तरक्की की भी है कि उनसे तरक्की भी मतलूब है और उनसे ताउन भी मतलूब है. അതുകൊണ്ട് ഏതെല്ലാം ഉത്തരവാദിത്തങ്ങൾ, ദീനിയായ ഹിദ്മത്തുകൾ, ഉത്തരവാദിത്തങ്ങൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നു, അതിനെ പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുന്നു. ഇതിൻ്റെ ഒരു പൂർത്തീകരണം എന്ന നിലയിൽ ആമായ ദീനിയായ ദഅവത്ത്, അതായത് നമ്മൾ ചില ഉത്തരവാദിത്തങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ട്, ദീനിൻ്റെ ഹിദ്മത്തുകൾ. പക്ഷെ ഇതിൻ്റെ എല്ലാം കൂട്ടത്തിൽ പൊതുവായ ഒരു ആവശ്യമുണ്ട്. അതായത് പൊതുവായ ജനങ്ങളുടെ ഇടയിൽ ദീനിയായ താല്പര്യവും ദീനിയായ ഒരു ജീവിതം ഉണ്ടായിത്തീരാൻ വേണ്ടിയുള്ള പൊതുവായ ഒരു പരിശ്രമം. പറഞ്ഞാൽ പൊതുവായിട്ടുള്ള മഴയെ പോലെ. അപ്പോൾ മഴ പെയ്യുമ്പോൾ എല്ലായിടത്തും പെയ്യും, എല്ലാവർക്കും ആവശ്യമാണ്, കൃഷിക്കാർക്കും മറ്റുള്ളവർക്കും എല്ലാവർക്കും ആവശ്യമാണ്. അതിങ്ങനെ വ്യാപകമായി പെയ്യും. അതുകൊണ്ട് പല രീതിയിലുള്ള പ്രയോജനങ്ങൾ ഓരോരുത്തരും എടുക്കും. ഇതേപോലെ തന്നെ ദീനിൻ്റെ പ്രത്യേകമായ ഉത്തരവാദിത്തങ്ങളും ഹിദ്മത്തുകളുടെ കൂടെ ഉമൂമിയായ ദഅവത്തിൻ്റെ ഒരു പരിശ്രമം, പൊതുവായി ജനങ്ങളുടെ ഇടയിൽ
വ്യാപകമായിട്ടുള്ള ഒരു പരിശ്രമം അതും ആവശ്യമാണ്. ഇതുകൊണ്ട് ധാരാളം പ്രയോജനങ്ങൾ ഉണ്ടായിത്തീരും. ദീനിന്റെ എല്ലാ ഭാഗങ്ങൾക്കും അതിന് ശക്തി കിട്ടും. പ്രകാരം മഴ പെയ്യുമ്പോൾ ഭൂമിയുടെ എല്ലാ ഭാഗങ്ങൾക്കും എല്ലാ വ്യക്തികൾക്കും എല്ലാ വിഭാഗങ്ങൾക്കും പല രീതിയിലുള്ള പ്രയോജനങ്ങൾ ഉണ്ടാകുന്നു. ഇതേ രീതിയിൽ ഭൂമിയായ ദഅവത്തോടു കൂടി ദഅവത്തുണ്ടാകുമ്പോൾ ഇതിന്റെ പ്രയോജനം വളരെ അധികമാണ്. അപ്പോൾ നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ, നമ്മൾ നിർവഹിക്കുന്ന ഉത്തരവാദിത്തങ്ങളോട് കൂടി അതിൻ്റെ ഒരു പൂർത്തിയാണ് എന്നുള്ളത് ഇതിൻ്റെ ഭൂമിയായ ദഅവത്തിന്റെ ഒരു പരിശ്രമത്തിന്റെ ചിത്രം കൂടെ നമ്മൾ ഏറ്റെടുത്തുകൊണ്ട് നമ്മുടെ കുറഞ്ഞ സമയങ്ങൾ അതിനുവേണ്ടി ഒഴിവാക്കിയെടുത്ത് അതിനുവേണ്ടി ജമാഅത്തുകൾ തയ്യാറാക്കി നമ്മുടെ മറ്റു ഉത്തരവാദിത്തങ്ങളുടെ കൂടെ തർത്തീബുകൾ ഉണ്ടാക്കി നമ്മൾ ദീനിന്റെ വഴിയിൽ പുറപ്പെട്ട് എത്രയോ നാടുകളിലേക്ക് നമുക്ക് എത്താൻ പറ്റും. എത്രയോ ദീനില്ലാത്ത സ്ഥലങ്ങളിലേക്ക്, ഇനിയായിട്ട് ജനങ്ങൾക്ക് ബന്ധമില്ലാത്ത നാടുകളിലേക്ക് എത്താനും അവിടെയെല്ലാം വളരെ പൊതുവായ പരിശ്രമം നമുക്ക് ചെയ്യാനും അതുകൊണ്ട് നമുക്ക് ഉമ്മത്തിനും വലിയൊരു പ്രയോജനം ഉണ്ടായിത്തീരും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ നമ്മുടെ ജോലികളോടുകൂടി ഏർപ്പാടുകൾ ചെയ്ത് സാധാരണ രീതിയിൽ പറയപ്പെടുന്നത് എല്ലാവരും ഒരു 4 മാസമെങ്കിലും ഒഴിവാക്കിയിട്ട് അല്ലാഹുവിന്റെ വഴിയിൽ പുറപ്പെടാൻ വേണ്ടി പൊതുവായ ദഅവത്തിന്റെ ഒരു പരിശ്രമം നടത്താറുണ്ട്. പക്ഷേ ഇതിന്റെ ഇൽമുമായിട്ട് ബന്ധപ്പെട്ടവർ, ഇൽമിന്റെ ഉത്തരവാദിത്തങ്ങളുള്ളവർ, അവരെ സംബന്ധിച്ചിടത്തോളം ഉത്തരവാദിത്തങ്ങൾ സാധാരണ ജനങ്ങളെക്കാൾ കുറച്ച് കൂടുതലാണ്. അതുകൊണ്ട് ആ ഉത്തരവാദിത്തങ്ങൾ മനസ്സിലാക്കി ദീനിനെ സഹായിക്കുകയും ദീനിന്റെ അടുത്ത പുരോഗതികൾ ഉണ്ടായിത്തീരാൻ വേണ്ടി അതിനുവേണ്ടി പരിശ്രമിക്കുകയും ചെയ്യേണ്ട ഉത്തരവാദിത്തങ്ങൾ നമ്മുടെ മേലാണ്. അതുകൊണ്ട് നമ്മുടെ പരിശ്രമങ്ങളും ഉത്തരവാദിത്തങ്ങളും സാധാരണ ജനങ്ങളെക്കാൾ കൂടുതലാണ്. इसलिए आप हजरात से ये दरख्वास्त है कि जिस तरह आप हजरात अपनी मेहनत को, अपनी सलाहियत को इन उमूर पर लगा रहे हैं, ऐसे इस आली और उमूमी काम के लिए एक साल इसके लिए भी दें, तो इंशाअल्लाह इससे पूरी उम्मत को और पूरी उम्मत की उम्र को पानी मिलेगा, वो उसका नफ़ा आम होगा और लोगों में और ज़्यादा दीन की तलब पैदा होगी। क्योंकि ये उमूमी मेहनत है बारिश के पानी की तरह से, इससे एक आम फायदा होता है। इसलिए अहले इल्म हज़रात से दरख्वास्त की जाती है कि जिस तरह इन खिदमतों में आप हज़रात के औकात रखते हैं, इस उमूमी मेहनत में भी एक साल लगाएं। നമ്മുടെ ഖിദ്മത്തിന്റെ പല ഉത്തരവാദിത്തങ്ങൾ, ജോലികൾ എത്രയോ വർഷമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നവരായിരിക്കും. എത്രയോ വർഷങ്ങൾ, എത്രയോ സമയങ്ങൾ ഓരോരുത്തരുടെ അവസ്ഥയനുസരിച്ച് അവർ കൊടുത്തിട്ടുണ്ടാവും. അത് ആവശ്യമാണ്, വളരെ പ്രധാനപ്പെട്ടത് തന്നെയാണ്. പക്ഷേ ഇതിന്റെ കൂട്ടത്തിൽ നമ്മളൊരു സമയം നമ്മുടെ തർത്തീബുകൾ ക്രമീകരിച്ചുകൊണ്ട് പ്രകാരം സാധാരണ ജനങ്ങൾ 4 മാസമെങ്കിലും ഈ പൊതുവായ ദഅവത്തിന് വേണ്ടി കൊടുക്കാൻ പറയുന്നു. അതേപോലെ ഉലമാക്കൾ, ദീനിന്റെ ഇൽമുമായിട്ട് ബന്ധപ്പെട്ടവർ, അവരോട് പറയപ്പെടുന്നത് കുറഞ്ഞത് നമ്മൾ ഒരു പ്രാവശ്യമെങ്കിലും ഒരു വർഷമെങ്കിലും ഒഴിവാക്കിയെടുത്ത് അല്ലാഹുവിന്റെ ദീനിന്റെ വഴിയിൽ പുറപ്പെട്ട് ദീനിന്റെ ഉമൂമിയായ പരിശ്രമം ജനങ്ങളിലേക്ക് എത്തുക. പല നാടുകളിലേക്ക്, പുതിയ പുതിയ നാടുകളിലും സ്ഥലങ്ങളിലുമെല്ലാം എത്തുകയും അവിടെല്ലാം പുതിയ പരിശ്രമങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചെയ്യുക. ഈ ഒരു വിഷയം നമ്മുടെ ഉലമാക്കളായ എല്ലാവരോടും പറയപ്പെടുന്ന അവരോട് ഒരു അപേക്ഷയിലാണ്. നമ്മുടെ ജീവിതത്തിൽ മറ്റു ഉത്തരവാദിത്തങ്ങളുടെ പോലെ തന്നെ കുറച്ച് സമയങ്ങൾ തർത്തീബാക്കിക്കൊണ്ട് അതിലൊരു ക്രമീകരണം നമ്മുടെ ജീവിതത്തിൽ വരുത്തി ഒരു വർഷമെങ്കിലും കൊടുക്കാൻ വേണ്ടി ഇൻഷാഅല്ലാഹ് നിയ്യത്ത് ചെയ്യും. इसलिए आप हज़रात से एक साल के लिए अपने आप को तैयार करें। आप फरमाए कौन पहल करते हैं? അതുകൊണ്ട് ഇൻഷാഅല്ലാഹ് നിയ്യത്തുകൾ ചെയ്ത് ഇൻഷാഅല്ലാഹ് എഴുന്നേറ്റ് പേരുകൾ പറയും. ഇൻഷാഅല്ലാഹ് അതിന്റെ പേരുകൾ എഴുതിയാൽ നല്ല. इसमें बहुत से हज़रात तो ऐसे होंगे कि माशाअल्लाह उनके साल लग भी गए होंगे, काम कोई नया तो है नहीं आपके लिए, लेकिन जो बाकी हैं और जिनका साल नहीं लगा है वो साल के लिए इरादा फरमाइए, हमारी आदत है। ഇതില് ധാരാളം ആളുകൾ നേരത്തെ ഒരു വർഷം അവരുടെ പഠിത്തത്തിന് ശേഷം, പഠിച്ചതിന് ശേഷം എല്ലാം ഒരു വർഷം കൊടുത്തിട്ടുള്ള ധാരാളം ഉലമാക്കൾ ഉണ്ടാവും തീർച്ചയായിട്ടും. പക്ഷെ ഇനിയും ആ സന്ദർഭത്തിൽ കൊടുക്കാൻ പറ്റാത്ത ധാരാളം ഉലമാക്കളും ഉണ്ടാകും. और इंशाअल्लाह ആർക്കെല്ലാം മുമ്പ് പോകാനുള്ള സന്ദർഭം കിട്ടിയിട്ടില്ലയോ അപ്പോൾ അതുകൊണ്ട് ഇൻഷാഅല്ലാഹ് പേരുകൾ പറയാം. ഇൻഷാഅല്ലാഹ് എഴുന്നേറ്റ് ഇതുവരെയും ഒരു വർഷം കൊടുക്കാൻ പറ്റാത്ത അല്ലാഹുവിന്റെ ദീനിന്റെ വഴിയിൽ ജമാഅത്തിൽ പുറപ്പെടാൻ പറ്റാത്ത ആളുകൾ ഇൻഷാഅല്ലാഹ് അവരെ എഴുന്നേറ്റ്